ആത്മഹത്യ ചെയ്താൽ ആ ആത്മാക്കള് നമ്മളെ ഉപദ്രവിക്കുമോ? അതായത് പല ആൾക്കാർ ഈ തൂങ്ങി മരിച്ച സ്ഥലത്തൊക്കെ പോകാൻ പേടിയാണ്, അതുപോലെ തന്നെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോകാൻ പേടിയാണ്. അത് ആത്മഹത്യ ചെയ്ത വീട് പിന്നെ വിറ്റാ പോവില്ല, കാരണം എന്താ, അതിൽ ആത്മഹത്യ ചെയ്ത ആൾ വന്ന് ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. സ്വപ്നത്തിൽ ജീവിച്ചിരിക്കുന്നവർ സ്വപ്നം കാണണമായിരല്ല കേട്ടോ, മരണപ്പെട്ട ആൾക്കാരെ കണ്ടുമുട്ടുന്നതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. മരണപ്പെട്ടു പോയ റൂഹുകളും ജീവിച്ചിരിക്കുന്ന ആളുകളുടെ റൂഹുകളും ഉറക്കത്തിൽ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഫയത്തസന്നിലുള്ള ജിന്നിങ്ങനെ അലഞ്ഞു നടക്കും. അപ്പൊ അത് ചില ആളുകൾ പെട്ടെന്ന് കണ്ടിട്ട് പേടിക്കും, അല്ലെങ്കിൽ ചില ആളുകളിൽ കയറിയിട്ട് ഞാൻ ഇന്ന മരിച്ച ആളാണ്, ഇതൊക്കെ പറയാൻ കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടേ, മരിച്ച ആളാണോ അതാണ് ഇതാണെന്നൊക്കെ കൊണ്ട് പറയും. അപ്പൊ അതിൻ്റെതായ സൈക്കോളജി, ചിലപ്പോൾ സൈക്കോളജിക്കലായ ട്രീറ്റ്മെന്റിൽ തന്നെ അത് ഇതായി പോകും. കാരണം അത് ഈ മനക്കരുത്തില്ലാതെ വരുമ്പോഴാണ് ഇവർക്ക് ഈ ഭൂതവർഗം എന്ന് പറഞ്ഞാൽ തീയോണ്ടുള്ള ചെറിയൊരു സൃഷ്ടിയാണുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരികൾക്കും അനുജന്മാർക്കും അനുജത്തികൾക്കും എല്ലാവർക്കും ആനന്ദ തീരത്തേക്ക് സ്വാഗതം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആത്മഹത്യ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം, ദുർമരണങ്ങളെ തൊട്ട് കാവല് തേടിക്കൊണ്ടിരിക്കണം. അള്ളാഹു നീ തൃപ്തിപ്പെട്ട് ഈമാനോടുള്ള മരണം നൽകണത് എപ്പോഴും തോന്നുന്നു. കാരണം ആരുടെയും മനസ്സിലാവും, ആരും പരിഹസിക്കണ്ട. ഈ ആത്മഹത്യ ചെയ്ത ആളുകളെ നമ്മൾ പരിഹസിക്കാൻ കളിയാക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങള് മനസ്സിലാണ്, അത് വലിയ തെറ്റാണ്, വലിയ പാപമാണ്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷെ നമ്മളവരെ പരിഹസിക്കാനും കളിയാക്കാനും നിൽക്കണ്ട, ഒരു നിമിഷമാണ്. പക്ഷെ അവര് ഈ പറഞ്ഞതുപോലെ അവർ കാര്യങ്ങൾ ചിന്തിക്കാതെ ചെയ്യാണ്. പല ആളുകളും ആത്മഹത്യ ചെയ്യുമ്പോൾ ചിലര് പിന്നെ ആത്മഹത്യ ചെയ്തതിന് ശേഷം പിന്നെ ആളുകൾ പറയാനുള്ള ഒരു സെന്റ് അടിക്കാനുള്ള ഒരു കാര്യമാണ്. എന്താണ് അത്? എന്തായതാവും? അത് ഈ മെന്റൽ പ്രോബ്ലം ഉള്ള ആളാണ്, ഡിപ്രഷൻ ഉള്ള ആളാണ്. അപ്പോ അങ്ങനത്തെ ആളായത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അങ്ങനെ ആയിപ്പോ. അപ്പൊ മാനസികമായി അസുഖമുള്ള ആളാവുമ്പോ അല്ല പുറത്തുവിടും, കാരണം തെക്കിലീഫ് ഇല്ലല്ലോ, പിരാന്തനക്ക് ശിക്ഷ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണെന്ന് കൊണ്ട് പറയും. പക്ഷെ മെന്റൽ ഡിപ്രഷൻ ഇല്ലാതെ ഒരാൾ ആത്മഹത്യ ചെയ്യൂല. ആ ആത്മഹത്യ ചെയ്ത ആളുകൾക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മോശമായിട്ടുള്ള ശിക്ഷ പറഞ്ഞിട്ടുള്ളത് അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന്. മെന്റൽ ഡിപ്രഷൻ ഇല്ലാതെ ആരാണ് ഇത് ചെയ്യുക? അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. മെന്റൽ മാനസികമായിട്ട് എന്തെങ്കിലും താളം തെറ്റുമ്പത്തിന് ഒരു ഈമാനുള്ള ആളങ്ങനെ താളം തെറ്റാൻ പാടില്ല. ഈമാനുള്ളവർ, എനിക്കൊരു അള്ളാഹു ഉണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് വിഷമുണ്ടെങ്കിലും ഇന്റെ അള്ളാഹ് എനിക്ക് പരിഹരിക്കും, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ അവനിൽ ആദ്യം തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ആദ്യം തന്നെ അവനിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, അള്ളാഹുവിനോടുള്ള വിശ്വാസം. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഹയർ സെക്കൻഡറിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പഠിച്ചിരുന്ന ഹൈന്ദവന്റെ മകനാണ്, ഒരു ഹൈന്ദവ സഹോദരനാണ്. ഹയർ സെക്കൻഡറി ഞാൻ അവനെ പഠിപ്പിക്കുന്നില്ല, പക്ഷെ എന്നെ വലിയ ഇഷ്ടമാണ് അവൻ. അവിനാശ് എന്നാണ് പേര്. ഹയർ സെക്കൻഡറി ഞാൻ പഠിപ്പിക്കുമ്പോൾ അവൻ എന്റെ ക്ലാസ്സിൽ എന്റെ സ്റ്റുഡന്റ് അല്ല അവൻ. പക്ഷെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ പോകുമ്പോൾ അവൻ ഉണ്ടായിരിക്കും ക്ലാസ്സിൽ, +2 ക്ലാസ്സിൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ. അപ്പൊ എന്റെ ക്ലാസ് ഒക്കെ വലിയ ഇഷ്ടമാണ്, അവൻ കേട്ടിരിക്കും, എന്നോട് നല്ല ഒരു ഇത് കാണിക്കും. എനിക്ക് അവന് വലിയ ഇഷ്ടമാണ്. അവന് എന്റെ അടുക്കൽ, ഞാൻ അവന്റെ അടുത്ത് പോയിരിക്കും. അങ്ങനെ അടുത്തിരുന്നാണ്ട് ഇങ്ങനെ ഞാൻ ചിലപ്പോ ബെഞ്ചിലൊക്കെ കൂടെ ഒക്കെ ഇരിക്കും ചിലപ്പോ. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോ കാരണം അവൻ കുറച്ച് ഒരു പ്രത്യേക എന്താ പറയുക, റൊമാൻറ്റിക് ടൈപ്പാണ് ആള്, പ്രത്യേക ടൈപ്പാണ് ആള്. അവന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. പഠിക്കൊന്നുമില്ല അധികം. ഒരു പാവം കുട്ടിയാണ് കണ്ടു കഴിഞ്ഞാൽ, ഒരു മെലിഞ്ഞു നീണ്ട് ഒരു ഇരുന്നറുള്ള ഒരു പാവം കുട്ടി അവിനാശ്. ഒരു ഹൈന്ദവ സഹോദര അനുജനാണ്. അങ്ങനെ അപ്പൊ അവനോട് വല്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഈ കുട്ടി പറയൽ എന്താണ്, എനിക്കെന്റെ വീട്ടിൽ അമ്മക്ക് എന്നെ ഇഷ്ടമല്ല, അച്ഛനും ഇഷ്ടമല്ല. ഇത് ഇടക്കിടക്ക് പറയുന്ന കുട്ടിയാണ്. പക്ഷെ നമ്മളന്ന് അത്ര എന്താണ് ഇതിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, നമ്മളറിയില്ല. വീട്ടില് അവന്റെ അമ്മയും അച്ഛനും പറഞ്ഞാലും അവര് സ്നേഹം കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറ്. പക്ഷെ പറയാൻ കാരണം എന്താ വെച്ചാല്, ഒരു ദിവസം നമ്മൾ മറ്റുള്ള സ്റ്റുഡൻസ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയാണ്, ഫോൺ ചെയ്യാണ്, അവന്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കള്, എന്റെ സ്റ്റുഡൻസ്. അപ്പോ മാഷെ അവിനാശ് ആത്മഹത്യ ചെയ്തു.
എനിക്ക് പെട്ടെന്ന് ഒരു നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളെ ഒരു പ്രയാസം തോന്നുന്നു. കാരണം എനിക്കപ്പോ അവൻ പറഞ്ഞിരുന്ന വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നാണ്. എന്റെ ഉമ്മാക്ക് ഇഷ്ടമില്ല, അല്ല എന്റെ അച്ഛനക്ക് ഇഷ്ടമില്ല, എന്റെ അമ്മക്ക് ഇഷ്ടമില്ല, വീട്ടിലാർക്കും എന്നെ ഇഷ്ടമില്ല, എപ്പോഴും പഠിക്കാൻ വേണ്ടി മാത്രം പറയുള്ളൂ, എന്നോട് പഠിക്കാൻ പറയാൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ, അവർക്ക് ഇന്റെ കാര്യങ്ങളൊന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല, ഇന്റെ വിഷമങ്ങൾ എന്താന്ന് അവരറിയില്ല, അവർ ചോദിക്കാനും നിൽക്കലില്ല, ഞാൻ പറയാനും നിൽക്കലില്ല. അവൻ പറയില്ല, വീട്ടിലും അങ്ങനെ അത്ര ഒരു മൂകനാണ് ആള്, സംസാരിക്കില്ല അധികം. അവ എന്താ ഒരു പുഴയില് അവനെ കാണാതായി. 24 മണിക്കൂറിന്റെ ഉള്ളില് പിന്നെ ഒരു പുഴയിൽ അവന്റെ ശവം പൊന്തിയിട്ടാണ് കണ്ടത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പട്ടാമ്പി പാലത്തിന്റെ അടിയിലാണ് അവന്റെ ശവം കിട്ടിയത്. അത് വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായും കാണ്ട് എന്തോ വാങ്ങാൻ പറഞ്ഞും കാണ്ട് വീട്ടുകാർ കൊടുത്തില്ല എന്ന് പറഞ്ഞും കാണ്ട് പോയും കാണ്ട് എന്ത് ചെയ്തൊക്കെയാണ് ഓന് ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ അടുത്ത് കുറച്ചു നാള് മുന്നേ ഞാൻ പഠിപ്പിച്ച കുട്ടി, അതായത് എന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോറൽ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ഒരു കുട്ടി, ഇതിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ പലർക്കും ഇപ്പോ ഇതിൽ പലരും അവന്റെ കൂടെ പഠിച്ചവരായിരിക്കും ഞാൻ എന്നെ കേൾക്കുന്ന ആളുകൾ. അടുത്ത് ഇതേപോലെ തൂങ്ങി മരിച്ചു. ആ കുട്ടി വിവാഹം കഴിച്ചത് ആ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയെ തന്നെയാണ്. അവളും എന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. രണ്ടുപേര് വിവാഹം കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിൽ വിവാഹം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് വലിയ സന്തോഷമായി. കല്യാണം കഴിഞ്ഞിട്ട് അവർ വന്നല്ലോ സ്കൂളിൽ രണ്ടുപേരും. അങ്ങനെ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. എനിക്കറിയാം ആദ്യം അവരെ ഇതൊക്കെ എനിക്കറിയാം, ആറ്റിറ്റ്യൂഡൊക്കെ. ഞാൻ ആ വിഷയത്തിൽ നല്ല കാര്യങ്ങളിലേക്ക് ഞാൻ സഹകരിക്കാറുണ്ട്. അങ്ങനെ അവൻ വന്നു, എനിക്ക് വലിയ സന്തോഷമായി. ഞങ്ങൾ നല്ല ഫുഡൊക്കെ കൊടുത്തവർക്ക് അന്ന് രാത്രി കുറെ മിഠായും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു. വിഷമമുണ്ടെന്ന് പറയുമ്പോൾ കുറച്ചു നാള് മുന്നെയാണ് വിളിച്ചു പറയുന്നത് കുട്ടികള്, ഉസ്താദേ അവൻ ആത്മഹത്യ ചെയ്തു ഉസ്താദേ. പറയുന്നത് ആൺകുട്ടികളല്ല എന്നെ വിളിച്ചു പറഞ്ഞത്, എല്ലാം ഞാൻ പഠിപ്പിച്ച പെൺകുട്ടികളാണ്. കാരണം അവനെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ്. നല്ല പാട്ട് പാടും ഈ മോന്, നല്ല പാട്ട് പാടും. കല്യാണം കഴിഞ്ഞ് കുറച്ചായിട്ടുള്ളേ. ഒരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടി, നല്ല പാട്ട് പാടുന്ന മോനാണ്, പാവാണ്. എല്ലാ പെൺകുട്ടികളും പറയുന്ന ഇതാണ്. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഈ പെൺകുട്ടികൾ ഇന്നെ ഞാൻ പറയുന്ന പലരും എന്റെ സ്റ്റുഡൻസുകളാണ്. പിന്നെ പലരും എന്നോട് ബയ്യത്ത് ചെയ്ത മുരീദത്തുകളാണ്. അത്രേ ഉള്ളൂ, അല്ലാതെ എനിക്ക് കണ്ടോറിട്ട് നിൽക്കുക അങ്ങനെ വിചാരിക്കണ്ടെങ്കിൽ. അപ്പൊ ഇവര് പറയാണ്, കാരണം അവൻ അങ്ങനെ നല്ലൊരു സ്വഭാവമാണ്. ഒരിക്കലും ഉസ്താദെ ഇവനിങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഉസ്താദെ. എന്താണ് ചെയ്യുക? ഞാന് അവരെ മുന്നിൽ നിന്ന് അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പറയുകയോ ഒരു സെന്റ് അടിക്കുകയോ ഒന്നും ചെയ്തില്ല ഞാൻ. കാരണം എന്താ, ആ സെന്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട വെച്ചിട്ട്. കാരണം ആളുകൾക്ക് ഒരു ട്രെൻഡാണ്, ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമാവും. എന്റെ കാര്യത്തിൽ വിഷമായിട്ട് അവർ കുറെ കരയും, അവരങ്ങനെ ആയിരിക്കും. പിന്നെ അങ്ങനെ കുറെ ഉസ്താദന്മാർ ദ്വാരക്കാനും ഫാത്തിഹ ഓതാനും യാസീൻ ഓതാനും ഇഷ്ടപ്പെടും. ഉസ്താദന്മാരുണ്ടോ ഞാൻ രക്ഷപ്പെട്ടോളാം എന്നുള്ള ഒരു ചിന്ത കുട്ടികൾക്ക്, ഇന്നത്തെ ചെറുപ്പക്കാരികൾക്കും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലത്തെ 21 വയസ്സായ ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ഞാൻ വളരെ അടുത്ത് നമ്മൾക്ക് അറിയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത്. ഇതൊക്കെ ഞാൻ പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ കുട്ടി എന്നോട് പലരും, ശേഷം ഞാൻ പഠിപ്പിച്ച പലരും ഇപ്പോഴും എന്നോട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കോണ്ടാക്ട് ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോഴും. എന്നാൽ ഈ മരിച്ച കുട്ടി എന്നോട് മതപരമായ കാര്യം അന്ന് വന്നു പോയി എന്നല്ലാതെ കോണ്ടാക്ട് ചെയ്യൂല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ശരിയായ ഒരു അധ്യാപകനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു തെക്കവയുള്ള ഒരു ഉപദേശിക്കുന്ന ഉസ്താദുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനിയാണെങ്കിൽ അവരൊരിക്കലും തൂങ്ങി മരിക്കില്ല, വിഷം കഴിച്ചു മരിക്കില്ല, ട്രെയിനിൽ തലവെക്കില്ല, പുഴയിൽ പോയിട്ട് മുങ്ങി മരിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. കാരണം എന്താണ്, വിഷമുണ്ടാവും. ഉസ്താദേ എന്ന് പറയാൻ ഒരു ഉസ്താദ് ഉണ്ട് അവൾക്ക്, ഉസ്താദേ എന്ന് പറയാൻ ഒരു ഉസ്താദ് ഉണ്ട് അവന്. ഇത് മാതാപിതാക്കൾ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. എല്ലാം ഉണ്ട്, പഠനം കൊടുക്കുന്നുണ്ട്, ഒക്കെ കൊടുക്കുന്നുണ്ട്, നിസ്കാരം ഉണ്ട്, എല്ലാം ഉണ്ട് കുട്ടി. പക്ഷെ നിങ്ങള് മതവിദ്യാഭ്യാസമുള്ള ആത്മീയമായിട്ടുള്ള നല്ല ഏതെങ്കിലും ഗുരുക്കളുമായിട്ട് കുട്ടി വലുതായി കഴിഞ്ഞാലും 10ാം ക്ലാസ് കഴിഞ്ഞാലും ഒരു ബന്ധം, നല്ല തെക്കുവയുള്ള ഒരു ആത്മീയ ഗുരുവുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കാത്ത കാലത്തോളം നിങ്ങളെ കുട്ടിക്ക് എപ്പോഴാണ് ഡിപ്രഷൻ വരിക എന്നും നിങ്ങളെ കുട്ടി എപ്പോഴാണ് നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോവുക എന്നും നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല എന്ന് ഞാൻ പറയാം. ഓരോ നിമിഷത്തിലും വിഷമങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഉമ്മയോട് പറയാൻ പറ്റില്ല, ഉപ്പയോട് പറയാൻ പറ്റില്ല,
പക്ഷെ ഒരു ഉസ്താദിനോട് പറയാം, ഞാൻ അത് പറയുന്നത് എത്രയോ കുട്ടികൾ പല വിഷമഘട്ടത്തിലും എന്നോട് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട്. അതുപോലെ പല ഉസ്താദന്മാരോടും ബന്ധപ്പെട്ട് രക്ഷപ്പെട്ടവരുണ്ടായിരിക്കാം ആത്മഹത്യയിൽ നിന്ന്. നമ്മളോട് ഒരു വാക്കായിരിക്കും. എന്നോട് പലരും പറയും, വലിയ ആളുകൾ വരെ എന്നോട് പറയുന്നു, ഉസ്താദിന്റെ ആ വാക്കാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. എന്റെ സ്കൂളിലുള്ള ഒരു ലേഡി സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ഒരു ഹിന്ദു സ്റ്റാഫ്, ഒരു ഹൈന്ദവ സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദ് അന്ന് ക്ലാസ് വിട്ടു പോകുമ്പോൾ ഞാൻ വളരെയധികം ഡിപ്രഷനായി വിഷമിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാൻ ഒരു തീരുമാനവുമായി. അന്ന് ബെല്ലടിക്കുമ്പോൾ ആ ടീച്ചറുടെ മുഖത്തുള്ള എന്തോ ഒരു വിഷമം കണ്ട് ടീച്ചറെ വിളിച്ചുകൊണ്ട് ഞാൻ 2-3 മിനിറ്റ് സംസാരിച്ചു. അത്രേ സംസാരിച്ചിട്ടുള്ളൂ. ആ ടീച്ചറോട് ഞാൻ പറഞ്ഞൊരു വിഷയം, ടീച്ചറെ വിഷമിക്കേണ്ട എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്നോട് കോണ്ടാക്ട് ചെയ്യും, ഞാനുണ്ട് ടീച്ചറെ, എന്നോട് പറയും എന്തുണ്ടെങ്കിലും, ഞാൻ ആ വിഷയത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. 2 വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ടീച്ചർ പിന്നീട് പറഞ്ഞു, ഉസ്താദിന്റെ അന്നത്തെ 2 വാക്കുകളാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത്, ആ കുട്ടികളെ രക്ഷപ്പെട്ടു. തമാശ പറയല്ലത്, സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. പറയാൻ ആള് വേണം. ആ സന്ദർഭത്തിൽ ആരോടെങ്കിലും പറയാൻ പങ്കുവെക്കാൻ പറ്റിയ ആള് വേണം. എല്ലാവർക്കും പങ്കുവെക്കാൻ പറ്റില്ല. ഒരു വിശ്വാസം വേണം, അവരോടെ പങ്കുവെക്കുള്ളൂ കാര്യങ്ങൾ. സുഹൃത്തുക്കളോട് പോലും ആ വിഷയങ്ങൾ പറയില്ല. ഈ പറയുന്ന കുട്ടിക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്, ഈ പെൺകുട്ടിക്കും സുഹൃത്തുക്കളുണ്ട്, എത്ര സുഹൃത്തുക്കളുള്ളവരാണ്. പക്ഷെ അവരോട് അത് പങ്കുവെക്കില്ല. അത് പങ്കുവെക്കാൻ അങ്ങനത്തെ ആളുകളുമായി ബന്ധമുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ രക്ഷിതാക്കളെ, നിങ്ങളെ കുട്ടികൾക്ക് നല്ല പഠനം കൊടുക്കണം. ആത്മീയമായ പഠനം അത്യാവശ്യം. നിങ്ങൾ പറഞ്ഞു കൊടുത്തല്ല കുട്ടികളുള്ളത്. കുട്ടികളുടെ ഉള്ളിലുള്ള നോവ് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് ഒരു പെൺകുട്ടി എന്നോട് വിളിച്ചു പറഞ്ഞു, എന്റെ സ്റ്റുഡന്റ് എന്നോട് വിളിച്ചു പറഞ്ഞു, ഇവ തൂങ്ങി മരിച്ചതിന് ശേഷം അതൊന്ന് ആലോചിച്ചു, ആ മാതാപിതാക്കൾ വിഷമിക്കുകയാണ്. അത്രയധികം സ്നേഹിച്ച മാതാപിതാക്കള്. അവന്റെ കുട്ടിയെ ചിന്തിച്ചില്ല. ചെറിയ കുട്ടി, ഞാൻ ആ ഫോട്ടോ വിട്ടെന്ന് അവനും അവളും ആ കുട്ടി ഇരിക്കുന്ന ഫോട്ടോക്ക് വിട്ടു. ഇവളുടെ കൂടെ പഠിച്ച മറ്റൊരു സ്റ്റുഡന്റ് എന്നെ വിളിച്ച് പറയാണ്, ഉസ്താദെ അവള് ഭക്ഷണം കഴിക്കുന്നില്ല, അവൾ ആകെ അതിൽ നിന്നൊരു മോചിതനാവും. കാരണം അവൾക്ക് അത്ര ടെൻഷൻ ആയിരിക്കണം. അങ്ങനത്തെ ഒരു വിഷയം ഞങ്ങൾ തമ്മിലില്ല. പക്ഷെ ആള് ഡിപ്രഷൻക്ക് ഗുളിക കഴിക്കുന്ന ആളാണ് ഉസ്താദ്. ഡിപ്രഷൻക്ക് ഗുളിക കഴിക്കുന്ന ആളാണ് ഉസ്താദെ. ഭയങ്കര വിഷമം. അപ്പൊ ആ ടൈമിൽ ഗുളിക കഴിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്റെ കൂടെ ആയിരുന്നില്ല അവൻ അവന്റെ വീട്ടിലായിരുന്നു. ചിലപ്പോ ഗുളിക കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഉമ്മനോടും ഭക്ഷണം കഴിച്ചും കണ്ട് മുകളിലേക്ക് പോയതാണ്. ഇല്ല, പിന്നെ സമയം കഴിഞ്ഞും കണ്ട് ചെന്ന് നോക്കുമ്പോ തൂങ്ങി നിൽക്കുന്ന ശരീരമാണ് കാണുന്നത്. രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരികളെ നിങ്ങൾ മനസ്സിലാക്കണം, ആത്മഹത്യ ചെയ്തത് കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല. ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തപ്പോ അവനക്ക് പരിഹാരം കിട്ടിയ ആളുകളൊന്നും ഒരു നിസ്കരിക്കാൻ പോലും ആൾക്കാർക്ക് മടി പിടിച്ചു. ആരും നല്ലത് പറയില്ല. അവർക്ക് സ്വന്തം തോന്നാണ് നല്ലത് പറയില്ല. കാരണം എന്താ, അവനുണ്ടാക്കിയ കടമീനി അവന്റെ വയസ്സായ ഉപ്പ വീടണം. അവന്റെ കുട്ടി വഴിയാധാരായി, അവന്റെ ഭാര്യ വഴിയാധാരായി, അവന്റെ ഉമ്മയും ഉപ്പയും സങ്കടപ്പെട്ട് കരയാണ്. ഇവരൊക്കെ വേദനിപ്പിച്ചിട്ട് പോയിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? എന്താണ്ടായത്? ആ പെൺകുട്ടി അവരെ സ്നേഹിച്ചുകൊണ്ട് കല്യാണം കഴിച്ച പെൺകുട്ടി ഒറ്റക്കായി. ആ ആൺകുട്ടി ഒറ്റക്കായി. അവൻക്ക് വല്ല പരിഹാരം ഉണ്ടായോ? എന്നിട്ട് അവൻ കടം ഉണ്ടെങ്കിൽ കടം വീട്ടാൻ മറ്റൊരാളെ ഏൽപ്പിക്കപ്പെടാ ചെയ്യും. അങ്ങനെയല്ല, അത് പരിഹാരമല്ലല്ലോ. അതിന് പരിഹാരം എന്തൊക്കെയുണ്ട്? നാവ് തുറക്കാൻ തയ്യാറാവണം, മനസ്സ് തുറക്കാൻ തയ്യാറാവണം. സഹോദരന്മാരെ, എന്ത് വിഷമുണ്ടെങ്കിലും ആ വിഷമങ്ങളെ ഇറക്കി വെക്കാൻ ആരെങ്കിലും നിങ്ങൾ കാണണം എന്നൊക്കെ പറയാൻ. അത് സാധിക്കുന്ന ഒരു പണ്ഡിതനെ നിങ്ങൾ എത്തിക്കണം. പണ്ഡിതന്മാരെ കൊണ്ട് ഇത് പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതിനെ പറ്റി ആത്മാർത്ഥ സുഹൃത്തുണ്ടെങ്കിലും മതി. അങ്ങനെയുള്ള നല്ല ആത്മാർത്ഥത അവരുടെ മുന്നിൽ വെക്കണം. മനസ്സ് തുറക്കണം. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അത് നീ ഇപ്പോൾ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എവിടുന്ന് സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അത് ധീരതയല്ല. പലരും വിചാരിക്കണം ആത്മഹത്യ വലിയ ധീരത ആണ്. ധീരത എന്ന് പറഞ്ഞാൽ ഈ വിഷമങ്ങൾക്കിടയിൽ ജീവിക്കലാണ് ധീരത. ജീവിച്ചു കാണിക്കാണ് വേണ്ടത്. മരിക്കണ ധീരത അല്ലല്ലോ. ഇതിന് തോറ്റോടാണ്. ജീവിതത്തിൽ തോറ്റോടല്ല മരിക്കല്. അതെന്താണ്? അത് ജീവിതമല്ല. മാത്രമല്ല അവൻ വിചാരിക്കുന്നത് ഇതിന് രക്ഷപ്പെടില്ല. അങ്ങനെയല്ല, വലിയതായ ശിക്ഷയാണ് അവനുണ്ടാവുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
സ്വഹീഹുൽ ബുഖാരിയിലുള്ള റിപ്പോർട്ടാണ്, ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഞാൻ പറയാൻ പോകുന്നത്. മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മൻ തറദ്ദാ മിൻ ജബലിൻ, ആരെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ഫഖതല നഫ്സഹു, അവന്റെ സ്വന്തം നഫ്സിനെ, സ്വന്തം ജീവനെ അവൻ വധിച്ചു കഴിഞ്ഞാൽ, അഥവാ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഫഹുവ ഫീ നാരി ജഹന്നമ, അവൻ ജഹന്നമിന്റെ തീയിലാണ്, അവൻ നരകത്തീയിലാണ് ഉണ്ടായിരിക്കുക. യതറദ്ദാ ഫീഹി, അവൻ ഇങ്ങനെ ആ നരകത്തിന്റെ തീയിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. അവൻ ചാടും. അതിന്റെ ആശയം ഇന്നതാണ്, അവൻ ചാടുന്നു, ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നു, അവന് ജീവഹാനി വരുന്ന ആ വലിയതായ വേദന അവൻ അനുഭവിക്കുന്നു. പക്ഷെ അവൻ മരിക്കുന്നില്ല, വീണ്ടും അവൻ ജീവൻ നൽകപ്പെടുകയാണ്. അവൻ വീണ്ടും പർവ്വതത്തിൽ കയറുകയാണ്. യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലത്തിന് അവനിങ്ങനെ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കി, നിൽക്കണില്ല. ആ മരിച്ചോടുകൂടി കബറിലും അതന്നെ, കബറിൽ നിന്ന് ഇത് കഴിഞ്ഞു കാണും മാശറ ചെന്നാലും ശിക്ഷ അങ്ങനെ തന്നെ. പർവ്വതത്തിന്റെ മുകളിൽ കയറുക, നരകത്തിലേക്ക് ഇങ്ങനെ ചാടുക. അങ്ങനെ നരകത്തിലുള്ള ഒരു പർവ്വതം, അതിന്റെ മുകളിൽ അവൻ കയറുന്നു, അവനെ താഴേക്ക് ചാടുന്നു, വീണ്ടും ജീവൻ പോകുന്ന വിധത്തിൽ ആ വേദന മുഴുവൻ അനുഭവിക്കുന്നു, വീണ്ടും അവന് കയറുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ചു, ഇത് മറ്റേ പൂമ്പാറ്റ അമർച്ചിത്ര കഥ ഒന്നുമല്ലല്ലോ. ഇത് സ്വാദിഖുൽ മസ്തൂഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതാണ്. ആത്മഹത്യ ചെയ്തിട്ട് എന്താ കിട്ടാൻ പോയത്, എന്താ നേടിയത്? കഴിഞ്ഞിട്ടില്ല ഹദീസ്. വമൻ തഹസ്സാ സുമ്മൻ ഫഖതല നഫ്സഹു, വമൻ തഹസ്സാ സുമ്മൻ, ആരെങ്കിലും ഒരു വിഷം രുചിച്ചു, വിഷം കഴിച്ചു, ഫഖതല നഫ്സഹു, അങ്ങനെ അവൻ അവന്റെ നഫ്സിനെ, അവന്റെ ജീവനെ അവൻ കൊന്നുകളഞ്ഞു എങ്കിൽ ഫസുമ്മുഹു ഫീ യദിഹി, അവന്റെ കയ്യിൽ എന്തുണ്ടാവും? ആ വിഷമുണ്ടാവും, ആ വിഷക്കുപ്പി ഉണ്ടാവും. യതഹസ്സാഹു, ആ വിഷം അവൻ കുടിച്ചുകൊണ്ടേയിരിക്കും. ഫീ നാരി ജഹന്നമ, നരകത്തിൽ, ആ നരകത്തിന്റെ തീയിൽ വെച്ചുകൊണ്ട് ഈ വിഷക്കുപ്പിയിൽ നിന്ന് വിഷമൊഴിച്ചുകൊണ്ട് അവൻ കുടിച്ചുകൊണ്ടേയിരിക്കും. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. കാലാകാലം അവൻ സയനൈഡ് കഴിക്കുന്നു, വയറ് കീറുന്നു, കുടൽ പുറത്തു കീറുന്നു, വീണ്ടും അത് ശരിയാവുന്നു, വീണ്ടും വിഷം, എലിവിഷമാണെങ്കിൽ എലിവിഷം ജ്യൂസിലൊഴിക്കുന്നു, കഴിക്കുന്നു, അല്ലെങ്കിൽ ഏത് വിഷമായാലും അത് കഴിക്കുന്നു. അങ്ങനെ ആ വിഷം കഴിച്ചിട്ട് മരിക്കുന്ന സന്ദർഭത്തിൽ എത്ര വേദനാജനകമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്, അത്രയധികം അതിലേറെ വേദന അനുഭവിക്കുകയും ഉടനെ അത് ശരിയാവുകയും വീണ്ടും വിഷം കുടിക്കുകയും വീണ്ടും അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതൊരു ഉദാഹരണം ഹദീസ് പറഞ്ഞത്. എങ്ങനെയാണോ മരിച്ചത് അങ്ങനെ സ്വന്തം ജീവനൊടുക്കി, ഭയങ്കര ശിക്ഷയാണ്. കഴിഞ്ഞിട്ടില്ല ഹദീസ് ബാക്കി പറയാണ്. വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ആരെങ്കിലും ഒരു ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ നഫ്സിനെ, അവന്റെ ജീവനെ കൊന്നുകളഞ്ഞാൽ, അതായത് കത്തി ഉപയോഗിച്ചുകൊണ്ടോ വാൾ ഉപയോഗിച്ചുകൊണ്ടോ ഇരുമ്പിന്റെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അവൻ അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഫഹദീദതുഹു ഫീ യദിഹി, അപ്പോൾ ആ ഇരുമ്പ്, ആ ആയുധം അവന്റെ കയ്യിലുണ്ടായിരിക്കും. യജഉ ബിഹാ ഫീ ബത്നിഹി, അവൻ അവന്റെ പള്ളയിലേക്ക് അതങ്ങ് കുത്തിയിറക്കും. യജഉ ബിഹാ, അതുകൊണ്ട് ഇങ്ങനെ കുത്തും. ഫീ ബത്നിഹി, അവന്റെ പള്ളയിലേക്ക്. ഫീ നാരി ജഹന്നമ, നരകത്തിന്റെ തീയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരകത്തിന്റെ തീയിന്റെ ചൂടൊരു ഭാഗത്ത്, അതിന്റെ കൂടെ അവന്റെ ഈ പ്രവർത്തനവും. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലം അവൻ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്, ആരെങ്കിലും പറഞ്ഞതല്ല. അഷ്റഫുൽ ഖൽഖാണ് പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫയാണ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. വലിയ ശിക്ഷയാണ് ഈ മരിക്കുന്ന ടൈമിൽ തന്നെ. ഈ മരണം വെപ്രാളുണ്ടല്ലോ, വല്ലാത്ത വെപ്രാളാണ്. അപ്പൊ വേദന ഇല്ലാത്ത മരണം മരിക്കാൻ, വേദന ഉള്ളതുള്ളൂ. നിങ്ങൾ ബാഹ്യമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് അറിയുള്ളൂ. അള്ളാഹുവാണ് വേദന കൊടുക്കുന്നത്, അള്ളാഹുവാണ് വേദന കൊടുക്കാതിരിക്കുന്നത്. ഒരു മൂമിനായ മനുഷ്യൻ മരിക്കുന്ന ടൈമിലും വേദന ഒക്കെ ഉണ്ടാവും, പക്ഷെ അള്ളാഹു താല അവനിൽ നിന്നും ആ വേദന അനുഭവിക്കാത്ത ഒരു അവസ്ഥ അവനക്ക് കൊടുക്കും. അതുകൊണ്ടാണ് അവൻ ചിരിച്ചു മരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഒരു മുഅ്മിനല്ലാത്ത, വിശ്വാസിയല്ലാത്ത
ഒരു ദുഷ്ടനായ ഒരു മനുഷ്യൻ ജനങ്ങളൊക്കെ ഉപദ്രവിച്ച് നടക്കുന്ന ദുഷ്ടനായ മനുഷ്യൻ മരിക്കണമെങ്കിൽ അവൻ മരിക്കുന്നത് ഉറക്കത്തിൽ മരിച്ചാലും ശരി, ഇനി അവൻ വേദന ഇല്ലാത്തതായ ഒരു ദയാവധം നടത്തിയാലും ശരി, അവൻ ആ മരിക്കുന്ന ടൈമിലുള്ള വേദന അല്ലാഹു കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ രീതി. അള്ളാഹു ആണ് നൽകുന്നവനും തടയുന്നവനും. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ആത്മഹത്യ ഒളിച്ചോട്ടമാണ്. അവൻ എന്താണ് ചെയ്തത്? അവന്റെ ഭാര്യയും കുട്ടികളെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയിട്ട് പോകുമ്പോൾ അവൻ ആരെയാണ് ശിക്ഷിച്ചത്? ആർക്കൊരു ശിക്ഷയും വരില്ല. നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നേക്കാൾ ഉഷാറായിട്ട് അവരുടെ ജീവിതം പോകും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിനെ വിളിച്ച് പറയാണ് അവന്, അപ്പൊ എനിക്ക് അവളോട് നേരിട്ട് കോണ്ടാക്ട്, ഞാൻ എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് എന്ത് ചെയ്തു, ഞാൻ ഇത് എഴുതി, ഞാനൊരു വോയിസ് വിട്ടുകൊടുത്തു. ഉമ്മു സലമ, ഞാൻ വോയിസ് വിട്ടുകൊടുത്തു. അവളോട് പറയും, ഉമ്മു സലമ, ഞാൻ എന്റെ ഈ വോയിസ് അവൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മോളെ, കഴിഞ്ഞതിൽ കഴിഞ്ഞു, അള്ളാഹുവിന് പുറത്തു കൊടുക്കട്ടെ, അതേ ഇനി നമുക്ക് രക്ഷയുള്ളൂ. നമ്മൾ ഇനി അവനക്ക് ഇവിടെ പൊറുക്കലിനെ തേടാം. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, നമ്മൾ അവന് പൊറുക്കലിനെ തേടാം. നീ മനസ്സിലൊന്നും പൊരുക്കണ്ട, നീ പൊരുത്തപ്പെട്ടേക്ക്. നീ ചെയ്യേണ്ടത് ഇനി അവന് ആഖിറത്തിലേക്ക് വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. ചില ആൾക്കാർ ഒരു ആത്മഹത്യയുടെ കാഫറായി പോകുന്നു. അങ്ങനൊന്നും പറയാൻ പാടില്ല. അവർ ആ ടൈമിൽ ഈമാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. അത് ഒരു ആള് ഒരു ഹറാമായ പ്രവർത്തനം ചെയ്യുമ്പോൾ, വ്യഭിചാരമായാലും കള്ളുകുടിയായാലും കക്കലായാലും ഈ ആത്മഹത്യ ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വൻ ദോഷങ്ങളിൽ പെട്ടതാണ് ഈ ആത്മഹത്യ. അപ്പൊ അങ്ങനെയുള്ള കുഫ്റിനോട് അടുത്ത പാപമാണ്. അങ്ങനെയുള്ള പാപം ചെയ്യുമ്പോൾ ഈമാൻ ഉയർന്നു നിൽക്കും. ഒരു കൊട പോലെ, മേഘം നിൽക്കുന്ന പോലെ കൊട പോലെ ഉയർന്നു നിൽക്കും. എന്നിട്ട് ഇവൻ ആ പ്രവർത്തനത്തിൽ നിന്ന് മുക്തമായാൽ അതങ്ങോട്ട് താവുന്നു. അപ്പൊ ആത്മഹത്യക്കുള്ള ഇത് ചില പണ്ഡിതന്മാരൊക്കെ കുഫ്റാണെന്ന് പറയാൻ കാരണം, ഈ ആത്മഹത്യ ചെയ്യുന്ന ടൈമിൽ ഈമാൻ ഉയർന്നു നിൽക്കുന്ന ടൈമിലാണ് ഇവരുടെ റൂഹ് പിരിയണത്. അപ്പൊ ഈമാൻ ഇല്ലാതല്ലേ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ ഫത്വ കാഫിർ എന്നല്ല. അവര് മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാം, മനസ്സിലാവുണ്ടോ? നിസ്കരിക്കണം, പൊറുക്കലിനെ തേടണം, എല്ലാം ചെയ്യണമെന്നാണ്. ഞാൻ എന്റെ സ്റ്റുഡൻസ് ഇതേപോലെ മരിച്ച് പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ സ്റ്റുഡൻസ് തൂങ്ങി മരിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാറില്ല എന്ന് പറഞ്ഞാൽ ഉസ്താദ് വന്ന് നിസ്കരിക്കുക, അങ്ങനെ ഒരു മാതൃക ഉണ്ടാക്കണ്ട, ഞാൻ പോവാറില്ല. ഞാനോട് പൊറുക്കലിനെ തേടും. അത് കാരണത്താൽ വേറെ ആൾക്കാർ, മറ്റുള്ള ആളുകൾ മോട്ടിവേറ്റ് ആവാണ് ഈ വിഷയത്തിലേക്ക്. ഇന്നൊരു മഹാമാരിയായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിഷയം ഇത്ര സ്ട്രെസ് ചെയ്ത് സംസാരിക്കാൻ കാരണം. ഇത് ഇവിടെ നമ്മളിപ്പോ സംസാരിക്കേണ്ട വിഷയമല്ല, എങ്കിലും അതിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് കാരണം, ഇന്ന് അങ്ങനെയാണ്. ജീവിതത്തിൽ ഒളിച്ചോടാണ് ഭർത്താക്കന്മാര്, പുരുഷന്മാര്. വീട്ടിലെന്തൊരു പ്രശ്നം വരുമ്പോഴത്തേനും ആത്മഹത്യ ചെയ്യാണ്. അവൻ കടം വാങ്ങിയിട്ട് മുടിക്കുകയാണ്. എന്തിനാണ് ഈ കടം വാങ്ങുന്നത്? അനക്ക് ഉള്ളത് കൊണ്ട് ജീവിച്ചാ പോരെ? അത്യാർത്ഥിയാണ്. ഇതൊക്കെ ഈമാനില്ലാത്ത പ്രശ്നങ്ങളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, കടത്തിലേക്ക് നയിക്കുന്നത്. ഒരു 50,000 രൂപ കിട്ടാൻ അങ്ങനെ 6 ലക്ഷം ആക്കാൻ പറ്റും. ഈ 50,000 കൊണ്ടുപോയിട്ട് ആകെ 1 ലക്ഷം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ഓഫർ വരുന്നത് 7 ലക്ഷം ആക്കാൻ പറ്റുന്നു. കൊണ്ടുപോയിട്ട് അവസാനം അയാൾ മുടിഞ്ഞ് തടിയപ്പി, ഇവന്റെതാണ് ഈ 1 ലക്ഷം ഇല്ലാതായും ചെയ്തു, ആത്മഹത്യ ചെയ്തു. എന്ത് ആത്മഹത്യ? അവനാണെങ്കിലോ എത്രയോ ആളുകളുടെ വാങ്ങിയിട്ടാണ് അവന്റെ മേലുള്ള ആള് അവനെ പറ്റിച്ചത്. അപ്പൊ എത്രയോ ലക്ഷക്കണക്കിന് കാര്യങ്ങൾ ഇവൻ ആളുകളിൽ നിന്ന് വാങ്ങിയോണ്ട് ഇനി രക്ഷയില്ല, ആളുകള് അവനക്ക് വീടാനും പറ്റൂല. അപ്പൊ ഇനി ആത്മഹത്യ. എന്തൊന്നും ആത്മഹത്യയല്ല പരിഹാരം. ഒന്നാമത് നിങ്ങൾ അള്ളാഹും റസൂലും പറഞ്ഞനുസരിച്ച് ജീവിച്ചില്ല, അതുകൊണ്ട് അങ്ങനെ വന്നത്. അത്യാർത്ഥി കാരണത്താല് സൂക്ഷ്മതയില്ലാതെ നിങ്ങൾ പണം സമ്പാദിക്കാനും ബിസിനസ് നടത്താനൊന്നും. ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ ഏത് ബിസിനസ്സായാലും ഉസ്താദന്മാരോടൊന്നും ചോദിക്കുന്നത് ഹറാമാണോ ഹലാലാണോ. എന്നിട്ട് ആ ഫത്വ കിട്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ. ഇന്ന് പലപ്പോഴും ചൈനിങ് ആണ്. പല ബിസിനസ്സും ഇങ്ങനെ വരും. ഇരുന്നാ മതി, ആ പെണ്ണുങ്ങൾക്കും പറ്റൂതേ. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ അതിലേക്ക് ചേർത്തി ഓരോരുത്തരെ ചേർത്തുമ്പോ അതിനുള്ള കാശ് എന്റെ അക്കൗണ്ടിലേക്ക് വെറുതെ ഇങ്ങനെ വരും. ഹറാമായ മുതലായിരിക്കും ചിലപ്പോ. ശരിക്കും ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങളിലേക്ക് ചെയ്യാൻ. എന്നിട്ട് അവസാനം ആത്മഹത്യ ചെയ്യാൻ നടക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന്റെ ശിക്ഷ എന്താണെന്ന് വിചാരിച്ചു. ആത്മഹത്യ ചെയ്തത് വല്ലാത്ത ശിക്ഷയാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യരുതേ ഒരു നിലക്കും ആത്മഹത്യ, കാരണം അത് പരിഹാരമല്ല. അതിന് പരിഹാരം ഉണ്ടോ എന്ന് നോക്കണം. അതിനുള്ള പരിഹാരം പല വിധത്തിലുണ്ടാവും. ആളുകളോട് സംസാരിക്കാം, പല ആളുകളുമായി സംസാരിക്കാം, തൽക്കാലത്തിന് മാറി നിൽക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അത് സോൾവ് ചെയ്യാനുള്ള മാർഗം എന്താണ്, അതിനെപ്പറ്റിയാ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നല്ല ചിന്തിക്കേണ്ടത്. ആ വിഷയം സോൾവ് ചെയ്യാൻ അതിന് പറ്റ ആള് സൈക്കാട്രിസ്റ്റിനെ നിനക്ക് കാണാം, അതിനൊക്കെ കണ്ടൂടെ.
അതുപോലെ തന്നെ പണ്ഡിതന്മാരെ കാണാം, ആത്മീയ ഗുരുക്കന്മാരെ കാണാം, ഡോക്ടേഴ്സിനെ കാണാം, പോലീസുകാരെ കാണാം, വക്കീലന്മാരെ കാണാം, പല വിധത്തിലും. അലൈക്കും അസ്സലാം റഹ്മത്തുള്ള. ആ നിസാമുദ്ദീൻ മനസ്സിലായി, അൽഹംദുലില്ലാ. പലവരുമായിട്ട് നമുക്ക് സമീപിക്കാം. ആ വിധത്തിലുള്ള സോഷ്യൽ വർക്കേഴ്സ് ഇവിടെ ഉണ്ട്. കൗൺസിലർമാർ എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലർ അല്ല, ഇത് വാർഡ് മെമ്പർ അല്ല ഞാൻ പറഞ്ഞു. കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞ മനസ്സിന്റെ ഒരു താളം തെറ്റിലാണ് കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. എന്ത് ചെയ്യാനും ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി ആളുകൾ വന്നാൽ കൊന്നോട്ടെ, എന്നാ പ്രശ്നം. എന്നാ എനിക്ക് ശിക്ഷയില്ല, അത് ഈ മനസ്സിലാക്കണം. എനിക്ക് ശിക്ഷയില്ല. ആ കടം വേറെ ആരെങ്കിലും ഏറ്റെടുത്തോളൂ, അപ്പൊ കബറിൽ രക്ഷപ്പെടും. ആളുകൾ വന്ന് കൊന്നോട്ടെ, ഇജ്ജ് നഷ്ടപ്പെടുത്തണം. ആ ഒരു മനക്കരുത്ത് എനിക്ക് അപ്പം ഉണ്ടായിക്കൂടെ? അല്ല, ഞാനെന്തിനാണ് ഈ 10 റുപ്യ കൊടുത്തിട്ട് എലിവശം വാങ്ങുന്നത്? അങ്ങനെ ആൾക്കാർക്ക് ഇന്നെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓലാണ്ട് കൊന്നോട്ടെ. അങ്ങനെയല്ല, അങ്ങനെയുണ്ട് ചില ആൾക്കാർ കണ്ടിട്ടില്ല, വാരങ്ങളെ മുന്നിൽ വെറുതെ പോയി ചാടുന്നു. അല്ല, അപ്പോഴും ആത്മഹത്യ കൂട്ടാ. ആളുകൾ കൊന്നോട്ടെ, എന്നാലും വേണ്ടില്ലോ ആത്മഹത്യ ചെയ്യേണ്ട. ജനങ്ങൾക്കാണ് പ്രയാസം, ജനങ്ങൾ തന്നെ വകവരുത്തിക്കോട്ടെ. ഏതായാലും അങ്ങനെ അനക്കാണ് ജീവിതം ഇഷ്ടമല്ലെങ്കിൽ അവര് വകവരുത്തിക്കോട്ടെ. ജീവിതം ഇഷ്ടപ്പെടുന്നത് പെടാത്തത് അള്ളാഹുവിനെ റസൂൽ അനുസരിക്കാതെ ജീവിച്ചത് കൊണ്ടാണ്. അള്ളാഹുവിനെ റസൂൽ അനുസരിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടല്ലോ. കാരണം അവനെല്ലാം അള്ളാഹുൽ എന്താണ് പറയാ, അവന്റെ ആത്മാവ് മുഴുവൻ അള്ളാഹുവിലായിരിക്കും. അവനെല്ലാം അള്ളാഹുവിൽ ബലിയർപ്പിച്ചിട്ട് അവൻ ജീവിക്കുന്നത്. അവൻ എത്ര ബിസിനസ്സിൽ മുന്നേറിയാലും ആ ബിസിനസ്സിലായിരിക്കും അവന്റെ മനസ്സ് കെട്ടുപിടുന്നത്. അവന്റെ മനസ്സ് മുഴുവൻ അള്ളാഹുവിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള സമാധാനം അവനക്ക് ഉണ്ടാവും. അവനെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ പ്രശ്നമേ വരുന്നത്. ഈ വിഷയത്തിൽ ഡിപ്രഷൻ വരൂല. ഡിപ്രഷൻ മനസ്സിനൊരു സമാധാനക്കേട് വന്നാലും അവന് അതല്ലാതെ വന്ന് പരീക്ഷണമായിക്കൊണ്ട് അതിന് ഇസ്തിഗ്ഫാർ ചെയ്യാനും അതിന് വല്ല ഡോക്ടറെ കാണിക്കാൻ അവൻ നിൽക്കുള്ളൂ, അല്ലാതെ ആത്മഹത്യ ചെയ്യാൻ അവൻ നിൽക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ആ പരിപാടികളൊക്കെ നിർത്തിവെക്കുക. ആത്മഹത്യ കൊണ്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല. ആളുകൾ വെറുക്കും. ഒരു ഗുണവും നിനക്കില്ല. നിനക്ക് ആഖിറത്തില് വല്ലാത്ത ശിക്ഷക്ക് നീ പാത്രീഭൂതനാവുന്നത്. മറ്റുള്ളവരെല്ലാം നിന്നെ ശപിച്ചു പോവും. ആത്മഹത്യ ചെയ്ത ആളുകൾ, ചില ആളുകൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ചോദിച്ച ചോദ്യമാണ്. അതാണ് ഞാൻ അങ്ങനെ ഒരു വിഷയം വെച്ചത്. ആത്മഹത്യ ചെയ്താൽ ആ ആത്മാക്കള് നമ്മളെ ഉപദ്രവിക്കുമോ? അതായത് പല ആൾക്കാർ ഈ തൂങ്ങി മരിച്ച സ്ഥലത്തേക്ക് പോകാൻ പേടിയാണ്, അതുപോലെ തന്നെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോകാൻ പേടിയാണ്. അത് ആത്മഹത്യ ചെയ്ത വീട് പിന്നെ വിറ്റാ പോകൂല. കാരണം എന്താ, അതിൽ ആത്മഹത്യ ചെയ്ത ആള് വന്ന് ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. അങ്ങനെയല്ല ഇസ്ലാമിന്റെ രീതി. അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ല. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലും ഈ ആക്സിഡന്റിൽ പെട്ടെന്നുള്ള മരണങ്ങൾ നടന്നാലും സ്വാഭാവിക മരണം നടന്നാലും ഏത് മരണം നടന്നാലും അവരുടെ അവധി എത്തിയിട്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത്. അതിന്റെ കാരണക്കാർ അവരാണെന്ന് മാത്രം. അവന്റെ അവധി എത്തിയിരിക്കണം, പക്ഷെ അതിനുള്ള കാരണം അവനുണ്ടാക്കിയതാണ്. അതാണ് അതിനുള്ളത്. അവന്റെ മരണത്തിൽ അവന്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് അവൻ ഇങ്ങനെയാണ് മരിക്കേണ്ടത്. ആ മരിക്കേണ്ടത് അവൻ തീരുമാനിച്ചതാണ്. മനസ്സിലാവുന്നില്ല? അവധി എത്താതെ ആരും മരിച്ചിട്ടില്ല. നീ പ്രവർത്തിക്കാൻ പോകുന്നതിന് അല്ലാഹു തആല എഴുതിയതാണ്, വിധിച്ചതാണ്. നീ എന്താണോ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹ്ക്ക് ആദ്യം അറിയാം. അള്ളാഹ്ക്ക് അറിയാത്തൊരു കാര്യമില്ലല്ലോ. എന്നാൽ നിനക്ക് അല്ലാഹു തആല സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല വിശേഷ ബുദ്ധി തന്നിക്കണല്ലോ. അപ്പൊ വിശേഷ ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യ പരീക്ഷണ ലോകമാണിത്. അപ്പൊ അത് നമ്മൾക്ക് ശരിക്കും നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കണ തന്നെയാണ്. ഒരാള് തെക്കുവ തെരഞ്ഞെടുത്ത് ജീവിച്ചു, ഒരാൾ അത് തെരഞ്ഞെടുത്ത് ജീവിച്ചില്ല. അവൻ ഈമാന്റെ കാര്യങ്ങളൊന്നും കൈകൊണ്ടില്ല. അവൻ തോന്നിയമായി ജീവിച്ചു. അവൻ തന്നെ ഒരു ദിവസം വിചാരിക്കാൻ ഞാൻ മരിക്കാം. അത് ഓൻ തീരുമാനിച്ചതാണ്. അത് അവനക്ക് വേണമെങ്കിൽ അത് ആ തീരുമാനം മാറ്റാം. അള്ളാഹു അങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണ്, ആരും നിർബന്ധിക്കണില്ല. അങ്ങനെ അവൻ സ്വയം തീരുമാനിച്ച് പ്രവർത്തിച്ചത് തന്നെയാണത്. പക്ഷെ ഇവിടെ വിഷയം എന്താ വെച്ചത്, അള്ളാഹ്ക്ക് ആദ്യം അറിയൂലേ? അള്ളാഹ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ആദ്യം അറിയില്ലാത്ത ആളായി. അപ്പൊ അത് കുഫറാണ്. അങ്ങനല്ല, അള്ളാഹു താലാക്ക് അറിയും എന്നുള്ളത് അള്ളാഹുവിന്റെ അവന്റെ അറിവിന്റെ ഉന്നതമായ അവസ്ഥയാണത്.
അള്ളാഹ് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തതല്ല, നീ ഇങ്ങനെ ചെയ്തതിനെ അള്ളാഹ് ആദ്യം അറിഞ്ഞു എന്നതാണ്. അപ്പൊ അള്ളാഹു താലാനത് കൊണ്ടല്ല നിന്റെ മരണം നടന്നത്, നീ തീരുമാനിച്ചതാണത്. നിനക്കിവിടെ അള്ളാഹു താലയുടെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അള്ളാഹ് അറിഞ്ഞത് തെറ്റായി പോയതല്ല, അള്ളാഹിന്റെ അറിവിന്റെ കമാലാണ് അത് അറിഞ്ഞത്. ഞാനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ബോംബെക്ക് പോകുന്നുണ്ട്, ഇന്ന വണ്ടിയിലാണ് പോണത്, ഇന്ന ട്രെയിനിലാണ് പോണത്, ഡൽഹിക്ക് പോകുന്നുണ്ട്, നിസാമുദ്ദീൻ എക്സ്പ്രസിലാണ് ഞാൻ പോണത് എന്ന് ഞാനൊരാളോട് പറഞ്ഞാൽ, ആ വണ്ടി രാത്രി 8:30-ക്കാണ്, ഞാൻ കുറ്റിപ്പുറത്തുനിന്ന് ഞാൻ കയറണമെന്ന് പറഞ്ഞാൽ അവനൊരു ഇതിൽ അത് എഴുതിയൊരു കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ കൂട്ടുകാര് ഇങ്ങനെ നോക്കി, കാരണം ഉസ്താദ് എന്തിനാ ഈ ടൈമിൽ തണുപ്പ് കാലത്ത് ഡൽഹിയിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ, എന്തിനാ ഉസ്താദാ പോണത്, ഏതായാലും ഓനെ എഴുതിയ ശരിയാണോ പോയി നോക്കാം. അപ്പൊ ഉണ്ട് ഒരു 8 മണി ആകുമ്പോഴത്തേന് ഞാൻ അവിടെ എത്തി, കുറ്റിപ്പുറത്തി, നിസാമുദ്ദീൻ എക്സ്പ്രസ് വന്ന് 8:30 ആകുമ്പോൾ ഞാൻ കയറി പോയി. അതോടുകൂടി ഇവരൊക്കെ കൂടിയിട്ട് ഈ ചെറുക്കണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്ത, ഈ എഴുതി വെച്ച ഓന്റെ എഴുത്തണ്ട് ചക്ര, അവരൊക്കെ കൂടിയിട്ട് പിടിച്ചാടാ ഹംക്കെ ഇജാണ്ട ഉസ്താദിനെ ഇവിടുന്ന് ഈ തണുപ്പാങ്കാലത്ത് ഇജ്ജി ഉസ്താദിനെ നിസാമുദ്ദീൻക്ക് ഇജ്ജി വിട്ടല്ലേ, ഇജ്ജി ഉസ്താദിനെ ഡൽഹിക്ക് പറഞ്ഞ് എഴുതിയോണ്ട് ഉസ്താണ്ട് പോയില്ലടാന്ന് പറഞ്ഞ് പിടിച്ചാല് വിഡിതറല്ലത്. ഓമ്പർ ഞാൻ എഴുതിയോണ്ട് ഉസ്താദ് പോയതല്ല, അത് ഞാൻ ആദ്യം അറിഞ്ഞതാണ്. ആ അറിയാൻ കാരണം എന്താണ്, അത് ഉസ്താദ് എന്നോട് പറഞ്ഞു, അത് എഴുതി, അത്രേ ഉള്ളൂ. ഉസ്താദിന്റെ ഇഷ്ടത്തിന് ചെയ്ത കാര്യം തന്നെയാണ്, അത് ഞാൻ ആദ്യം അറിഞ്ഞതിന് എഴുതിയതാണ്. അത് ഞാൻ എഴുതിയത് കൊണ്ട് സംഭവിച്ചതല്ല, അത് ഇന്റെ ഒരു തെറ്റല്ലല്ലോ. അത് നിങ്ങളെക്കാൾ കൂടുതൽ ഉസ്താദിനോടൊരു അടുപ്പം വന്നത് ഇന്റെ ഒരു ഗുണല്ലേ എന്നാവൻ പറയും അല്ലേ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഞാൻ പോണത് എന്റെ ഇഷ്ടത്തിന്, ഞാൻ സ്വന്തം ബുദ്ധി കൊണ്ട് തീരുമാനിച്ചതാണ് പോയെന്നുള്ളത് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു തെറ്റ് ചെയ്യുന്നാണാലും നന്മ ചെയ്യുന്നാണാലും അവിടെ അവന്റെ ബുദ്ധി കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധി, അതോടെ പരീക്ഷണമായത്. മനുഷ്യർക്ക് അങ്ങനെ ഒരു ബുദ്ധിയാണ്, വിശേഷ ബുദ്ധി. അവന്റെ ബുദ്ധി കൊണ്ടാണ് നല്ലതും തീയതും തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അള്ളാഹ് ഇത് നിങ്ങൾ അള്ളാഹ് അറിഞ്ഞത് കൊണ്ട് നിങ്ങളെ പ്രവർത്തിച്ചതല്ല, നിങ്ങൾ ഈ പ്രവർത്തിച്ചത് അള്ളാഹ് അറിയൂലേ, അള്ളാഹ്ക്ക് ആദ്യം അസലിയാണ് അവന്റെ ഇൽമ്. അള്ളാഹു താല അറിഞ്ഞതിന് അവൻ എഴുതി, അതാണ് മുഖദ്ദർ. ലൗഹിൽ അവൻ മുഖദ്ദർ എഴുതി, അത് അള്ളാഹുന്റെ ഇൽമിന്റെ കമാലാണ്. അവൻ എങ്ങനെ അറിഞ്ഞോ അങ്ങനെ നടക്കട്ടെ എന്ന് അവൻ വിധിച്ചു, അതാണ് ഖലാ. അല്ലാഹു അക്ബർ. ഇതിൽ കൂടുതൽ അറിയേണ്ടവര് ഷെയ്ഖുമാരുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെതായ ഇൽമ അറിയുന്ന ആളുകളുമായി ബന്ധപ്പെടുക, അങ്ങനെയാണ്. അല്ലാതെ ഇത് ചർച്ച ചെയ്യാൻ പാടുള്ള ഇൽമല്ല, ഇത് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ സ്വന്തം നിങ്ങൾ തെരഞ്ഞെടുത്ത കാര്യമാണ് അത്. അതുകൊണ്ടാണ് ശിക്ഷയും ലക്ഷ്യം വെച്ചത്. അതുകൊണ്ടാണ് തിന്മ ചെയ്ത ശിക്ഷയുള്ളത്, നന്മ ചെയ്തതിന്റെ പ്രതിഫലമുള്ളത്. അപ്പൊ ഏതായാലും ഈ മരിക്കുന്ന ആളുകള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ നേരെ ഒന്നില്ലെങ്കിൽ ഖബറിലേക്കാണ് പോണത്. അവരുടെ റൂഹ് അള്ളാഹു താല കൊണ്ടുപോയി, അല്ല ഇവിടെ കിടന്നിങ്ങാണ്ട് ഇങ്ങനെ ചുറ്റിക്കളിക്കൊന്നുമില്ല. സമയാവാതെ മരിച്ചതാണ്, അങ്ങനല്ല. അവന്റെ ആത്മാവ് സമയമാവുന്നതിന് മുന്നേ പെട്ടെന്ന് മരിച്ചപ്പോൾ ആ സമയം എത്തുന്നവർക്കും അവന്റെ ആത്മാവ് ദൈവം എപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് അതുവരെ എത്തുന്നവർക്കും ഈ ഭൂമിയിൽ ഇങ്ങനെ കിടന്ന് കളിക്കും. അങ്ങനെ ആരെങ്കിലും കണ്ട അവൻ കണ്ടാണ്ട് കേറിപ്പിടിക്കും. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അങ്ങനൊന്നുമില്ല. ആത്മാവ് അതോടുകൂടി പോയി, അങ്ങനെ സമയം എത്താതെ മരിച്ചത്, അവന്റെ സമയം എത്തിക്കണം, അപ്പൊ തന്നെ മരിച്ചത്. അവന്റെ വിധി അങ്ങനെയാണ്. എല്ലാവർക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ ഇവിടെ എന്താണ് ഈ പ്രേതം? ഇങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടല്ലോ, പ്രേതം ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ. ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. എല്ലാ മനുഷ്യരിലും അവരെ സൃഷ്ടിക്കുമ്പോൾ അവരുടെ കൂടെ, ഞാൻ ഹദീസിന്റെ ആശയം പറയാണ്, അവരുടെ കൂടെ ഒരു ഭൂതത്തെ, ഒരു ജിന്നിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു പിശാചിനെ. എല്ലാ മനുഷ്യരുടെ കൂടെ ആ ജിന്നുണ്ടായിരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അപ്പൊ തങ്ങളെ സൃഷ്ടിച്ചതോ, തങ്ങളെ കൂടെയുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ കൂടെയുമുണ്ട്, പക്ഷെ എന്റെ ജിന്ന്, എന്നിലുള്ള പിശാച് മുസ്ലിമായിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരു ഭൂതവർഗം ഉണ്ട്. ആ ഭൂതവർഗത്തിന് ആയുസ് കൂടുതലായിരുന്നു. പൊതുവെ ജിന്ന് വർഗങ്ങൾക്ക് ആയുസ് കൂടുതൽ. അത് നമ്മളെ മണ്ണ് കൊണ്ട്, വെള്ളം കൊണ്ട്, വായു കൊണ്ട്, തീയ് കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ തീയിൽ നിന്ന് തന്നെ, നമ്മളിലുള്ള തീയിൽ നിന്ന് തന്നെ അള്ളാഹു താല ഇതിൽ വെളിവാക്കുന്ന ഒരു സൃഷ്ടിയാണ് ജിന്ന്. അതുപോലെ നമ്മുടെ മണ്ണിൽ നിന്നും ഇവിടെ വെളിവാക്കട്ടെ. എത്രയോ ബാക്ടീരിയകളും ഫംഗസ്, ഇഷ്ടംപോലെ സൃഷ്ടികൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അല്ലെ? ഇഷ്ടംപോലെ സൃഷ്ടികൾ നമ്മളിലുണ്ട്. നമ്മളൊരു പ്രപഞ്ചമാണ്. നമ്മളിൽ എത്രയോ സൃഷ്ടികളുണ്ട്, എത്രയോ കോശങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങൾ ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നു, മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രമാണ് പറയുന്നത്.
ഓരോ കോശത്തിനും ഒരു മർമ്മമുണ്ട്, ഒരു കോശദ്രവ്യമുണ്ട്, അല്ലെ? ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഉള്ളിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്ന് പറയാൻ നമ്മൾ എത്രയോ ജീവികൾ ജീവിക്കുന്നുണ്ട്. അതുപോലെ തീയിൽ കൊണ്ട് സൃഷ്ടിച്ച റസൂലുള്ള പറഞ്ഞാണ് ജിന്ന്. ഈ ഭൂതവർഗം ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭൂതവർഗം മരണപ്പെടില്ല. ഇതിന് നമ്മളുടെ അതേ രൂപം തന്നെ ആയിരിക്കും. നല്ല മനുഷ്യരാണെങ്കിൽ നല്ല സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ടാവും ആ ഭൂതം, ആ ജിന്ന്. അപ്പൊ സാധാരണ നിരക്കുള്ള മരണം, ഒരാൾക്ക് മരണാസന്നാവുന്ന ടൈമിൽ പൊതുവെ അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അവരുടെ കൂട്ടാളികൾ വരും. ഈ ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ജിന്ന് അവരുടെ കൂട്ടാളികളെ കൂടാണ്ട് പോകും. ആർക്കും ശല്യമൊന്നുമില്ല. ഇത് മഹാന്മാർ ഇതിനെ സംബന്ധിച്ച് വിവരിച്ചു തന്നത്, എനിക്ക് വിവരിച്ചതെന്ന് ഞങ്ങളോട് പറയുകയാണ്. അതേ സ്ഥാനത്ത് പെട്ടെന്നുള്ളൊരു മരണം നടക്കുകയാണ്, ഒരു ആക്സിഡന്റ് മരണം, അല്ലെങ്കിൽ ഇതേപോലെ സ്വന്തത്തിൽ തൂങ്ങി മരിക്കുകയാണ്. അപ്പൊ ഇവരറിയാത്ത ടൈമിൽ പെട്ടെന്ന് ഈ ഭൂതവർഗം എന്താണ് പുറത്തേക്ക് വരികയാണ്. അത് ഇവന്റെ രൂപയും കാര്യമൊക്കെ ആയിരിക്കും, അല്ലാതെ ഇവന്റെ റൂഹല്ല. അതെന്ത് ചെയ്യും? അത് പിന്നെ ഇവന്റെ കൂട്ടുകാരൊന്നും അപ്പൊ എത്തിയിട്ടുണ്ടാവില്ല, അവരെത്തില്ല. അപ്പം കുറച്ചു കാലത്തിന് ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇവനിലുള്ള ജിന്നിങ്ങനെ അലഞ്ഞു നടക്കും. അപ്പൊ അത് ചില ആളുകൾ പെട്ടെന്ന് കണ്ടിട്ട് പേടിക്കും, അല്ലെങ്കിൽ ചില ആളുകളിൽ കയറിയിട്ട് ഞാൻ ഇന്ന മരിച്ച ആളാണ്, ഇതൊക്കെ പറയാൻ കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടേ. മരിച്ച ആളാണോ അതാണ് ഇതാണെന്നൊക്കെ പറയും. അപ്പൊ അതിൻ്റെതായ സൈക്കോളജി, ചിലപ്പോ സൈക്കോളജിക്കലായ ട്രീറ്റ്മെന്റിൽ തന്നെ അത് ഇതായി പോകും. കാരണം അത് ഈ മനക്കരുത്തില്ലാതെ വരുമ്പോഴാണ് ഇവർക്ക് ഈ ഭൂതവർഗം എന്ന് പറഞ്ഞാൽ തീയോണ്ടുള്ള ചെറിയൊരു സൃഷ്ടിയാണ്, ലൈഫാണ് ഇവർ. അപ്പോ മനക്കരുത്തില്ലാത്ത ആളുകളിൽ ഇവർക്ക് പ്രചോദനം, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും. അപ്പൊ പിന്നെ ഇവരെ സംസാരം മാറി അവർ ഇച്ഛിക്കണ, ഈ പിശാച് ഇച്ഛിക്കണ സംസാരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അവനായിട്ട് സംസാരിക്കും. അപ്പൊ ഇവര് മനസ്സിലാക്കാൻ ഈ മനുഷ്യനല്ല, ഈ പിശാചാണ്. അതൊന്നില്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടോ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടോ ചിലപ്പോൾ അതിൽ പോയി എന്ന് വരാം. അതല്ലെങ്കിൽ അതിൻ്റെതായ ചികിത്സാരികളുണ്ട്, റുഹാനികൾ എന്നാണ് ഈ പ്രേതം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിന് റുഹാനികൾ എന്നാണ് അറബിയിൽ പറയും. അപ്പൊ അതിനെ ചികിത്സിക്കുന്ന ചികിത്സാരികൾ അവരണ്ട് എടുത്ത് കൊണ്ടുപോയിക്കോളൂ. അപ്പൊ അത് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അത് അല്ലാതെ അത് റൂഹല്ല, ഈ മനുഷ്യന്റെ ആത്മാവല്ല. അതെല്ലാറ്റിലും ഉണ്ടാവില്ല. ചിലതിൽ വെകലി കെട്ടും കണ്ടതാണ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോവും ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. അതിനൊന്നൊരു മുഅ്മിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസി പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടും ദിക്ർ എപ്പോഴും നടത്തിക്കൊണ്ടും വിശ്വാസിക്ക് ഇതൊന്നും പേടിക്കാണ്ട് അവരുടെ അടുത്തേക്കൊന്നും ഇത് വരില്ല. ഇത് ഭൂതവർഗാണ്, ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും വരൂല, മനക്കരുത്തുള്ളവർക്ക് വരൂല. പിന്നെ മനക്കരുത്ത് ഇല്ലാത്തവരും ദിക്റുള്ളവർക്ക് പോവില്ല. ഒന്നാമത് ആയത്തുൽ കുർസി ഓതിയിരിക്കുന്ന ആൾക്ക് പോവില്ല. അതല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള വിറുദ് ചൊല്ലിക്കൊണ്ടിരുന്ന അവരെടുത്തും പോവില്ല. അത് ഈ അശുദ്ധിയുള്ള ടൈമിൽ സ്ത്രീകൾക്ക് അതൊക്കെ ചെല്ലാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നെന്ന് വെച്ചാല് ചില ആളുകൾക്ക് ഇതൊരു ഭയമാണ്. അങ്ങനെ ഒരു ഭയം തോന്നുന്ന ടൈമിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരു 99 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അത് പിന്നെ ആ പിശാചിന്റെ ചെറു നിങ്ങളെ ബാധിക്കൂല. നിങ്ങൾക്ക് അള്ളാഹു മനക്കരുത്ത് നൽകും. ഏത് ഇരുട്ടത്തും എവിടെ നിങ്ങൾക്ക് അത് പോവാം. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കണ്, നിങ്ങൾ ഒരിക്കലും ഒറ്റക്ക് സഞ്ചരിക്കാൻ പാടില്ല. ഒറ്റക്ക് സഞ്ചരിക്കുന്നതിന്റെ വിപത്ത് ഞാൻ അറിയുന്ന പ്രകാരം നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഒരാളും അങ്ങനെ സഞ്ചരിക്കുകയില്ല എന്നുള്ള ആശയമുള്ള ഹദീസ് കാണാൻ സാധിക്കും. ഒറ്റക്ക് എവിടേക്കും സഞ്ചരിക്കാൻ പാടില്ല. നമ്മൾ പ്രത്യേകിച്ച് രാത്രിയിൽ ഒരാൾ കൂടെ വേണം. കാരണം പിശാച് നിങ്ങളെ വെറുതെ അവിടുന്ന് ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് പേടിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിനക്ക് പേടിയില്ലാത്ത ധൈര്യമുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ആള് കുഴപ്പമില്ല, പിശാചുണ്ട് പോവും, അത്രേ ഉള്ളൂ. ആ ഒച്ച ഉണ്ടാക്കുമ്പോ അജ്ജ് ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലേ, അജ്ജ് അവിടെ ഒച്ച ഉണ്ടായിക്കോ, ഞാൻ പോവാണെന്ന്, അത്രേ ഉള്ളൂ എനിക്ക്. കാരണം അവന്റെ അടുത്തേക്ക് വരൂല ധൈര്യമുള്ള ആള്. ഒന്നാമത് ഈ തീ കൊണ്ടുള്ള സൃഷ്ടികള് ഇവര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയത്തുൽ കുർസി, പരിശുദ്ധ ഖുർആന്, ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഊതിക്കഴിഞ്ഞാൽ തന്നെ അവർ കരിഞ്ഞു പോകും. അങ്ങനെയാണത്. അതൊരു സത്യമാണ്. വെറുതെ എന്തെങ്കിലും ഞാൻ പറയല്ല, നമ്മുടെ അനുഭവങ്ങളാണ് പറയുന്നത്. വെറുതെ ആ ഉസ്താദിന് നല്ല തള്ളാണല്ലോ ഉസ്താദ് തള്ളണത്. നിങ്ങൾ ഇനി തള്ളുന്ന് വിചാരിച്ചെന്താ, എനിക്ക് ഇവിടെ ഇന്നും കണ്ട് കളവ് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത് അത്രേ ഉള്ളൂ, അല്ലാതെ ഭൂതം പ്രേതം ഇങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. എന്നാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആത്മാക്കള്, ഈ മരണപ്പെട്ട ആത്മാക്കളുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കോ? നമ്മൾക്ക് ബന്ധപ്പെടുവോ? അവർ നമ്മളുമായി ബന്ധപ്പെടാറുണ്ടോ? മരണപ്പെട്ട ആത്മാക്കള്, ഇതൊരു ചർച്ചയാണ്. ജൂതന്മാര്, യഹൂദികള് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ വന്നും കണ്ട് റൂഹിനെ സംബന്ധിച്ച് ചോദിച്ചു. യസ്അലൂനക അനി റൂഹ്, ആ പരിശുദ്ധ ഖുർആൻ ആയത്ത് വഹി ഇറങ്ങി റസൂലുള്ളാഹി.
യസ്അലൂനക അനിർ റൂഹ്, നബിയെ തങ്ങളോട് അവർ റൂഹിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. കുൽ, നബിയെ തങ്ങൾ അവരോട് പറഞ്ഞു, കുൽ റൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് എന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, അതിൽ ഞാൻ ഇടപെടില്ല എന്നുള്ളത് പറഞ്ഞു ഒഴിവാക്കി കളയുന്നു. അല്ലെങ്കിൽ ആലമുൽ അമ്രിലുള്ള ഒരു മഹ്ലൂ, കൽപ്പരാലോകത്തുള്ള ഒരു സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കി കളയുന്നു. എന്നാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മാവിനെ സംബന്ധിച്ച് ഭൗതികരായിട്ടുള്ള തത്വചിന്തകന്മാർ അവർക്ക് ഏകദേശം കിട്ടിയ ഒരു ചിന്തയും ഇതൊക്കെ വെച്ചും കുറെ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുകയും അതിങ്ങനെ യൂട്യൂബിലിടുകയും അതിങ്ങനെ പല വിധത്തിൽ ആത്മാക്കളുമായുള്ള ബന്ധം അവരങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അതൊന്നും മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അത് വായിച്ചിട്ട് സത്യം മനസ്സിലാക്കാനും പാടില്ല. നമ്മൾക്കെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മീയ ലോകത്തിനെ പറ്റി പ്രവാചകൻ എന്തു പറഞ്ഞു നമ്മളോട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. ആത്മാക്കളുമായി നമുക്ക് ബന്ധം ചെയ്യപ്പെടാൻ സാധിക്കുമോ? ആത്മാക്കൾക്ക് നമ്മോട് ബന്ധപ്പെടാൻ സാധിക്കുമോ? സാധിക്കും എന്നാണ് ഹദീസ് നമ്മൾ കാണുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു അതിനെ നമുക്ക് നോക്കാം, അല്ലെ? ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്മാവിന് സ്വർഗത്തിൽ നിന്ന് ആദ്യം തന്നെ വന്നിട്ടുണ്ടാവും നല്ല പച്ച പട്ട്, സ്വർഗത്തിൽ നിന്ന് പട്ടുമായിട്ട് വരും. ഈ ആത്മാവിന് നല്ല സുഗന്ധം ഉണ്ടാവുന്നു. ആ ആത്മാവ് ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അല്ലയോ ശാന്തിയുടേതായ ആത്മാവേ, നിന്റെ റബ്ബിലേക്ക് നീ അവരെ തൃപ്തിപ്പെട്ട നിലയിലും അവൻ നിന്നെ തൃപ്തിപ്പെട്ട നിലയും നീ മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, നീ എന്റെ അടിമകളിലേക്ക് പ്രവേശിക്കുക, എന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന ആയത്ത് ആ വിധത്തിലുള്ള സന്തോഷ വാർത്ത അറിയിക്കും. അള്ളാഹുവിന്റെ അടിമകൾ അവിടെ ഉണ്ടാവും, വിശ്വാസികളെ അടിമകൾ ഉണ്ടാവും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടാവും. അൽഹംദുലില്ലാഹ്, ശുക്കൂർ, അൽഹംദുലില്ലാഹ്, വഅലൈക്കും അസ്സലാം, എല്ലാവർക്കും വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. മനസ്സിലായി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണേണ്ടവർക്ക് അങ്ങനെ കാണാം, അവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ കാണാം. അവരെ അടിമകളിലേക്ക് പ്രവേശിക്കാൻ അവർ അങ്ങനെ പച്ചപ്പട്ടിൽ സുഗന്ധമുള്ളത് ഈ മലക്കുകൾ എന്ത് ചെയ്യും? പ്രകാശപൂരിതമായിട്ടുള്ള ഈ മലക്കുകൾ ഈ ആത്മാവിനെ പൊതിയും. ഹദീസിലുള്ള പൊതിഞ്ഞിട്ട് കൊണ്ടുപോകും അങ്ങ് ആകാശത്തിലേക്ക്. ഓരോ ആകാശത്തിലെത്തുമ്പോ ആരാണത് ചോദിക്കും, നല്ല സുഗന്ധം. അവർ ഇന്നാലിന്ന ആളുടെ റൂഹാണ് എന്ന് പറയും, ഇന്നാലിന്ന ആളുടെ മകൻ, ഇന്നാലിന്ന റൂഹാണ്. ഓക്കെ, കടന്നുകൊള്ളുക. ആ സുഗന്ധം നല്ല സുഗന്ധമായിരിക്കുന്നു ഈ ആത്മാവ്, കാരണം നല്ല സൽക്കർമ്മം ചെയ്ത ആത്മാവ്. അങ്ങനെ ഓരോ ആകാശങ്ങൾ വിട്ട് കടന്ന് 7 ആകാശം കടന്ന് എല്ലീനിലേക്ക് എത്തുന്ന, എല്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിനും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് വിശ്വാസികളായ ആളുകൾ ആത്മാക്കളുള്ളത്. ഹദീസ് വിവരിക്കുകയാണ്, ഈ ആത്മാവ് അങ്ങോട്ട് വന്നതോട് കൂടിയിട്ട് അവിടെയുള്ള ആളുകൾ അവരുടെ മരണപ്പെട്ടു പോയ മുൻഗാമികളായ അവരുടെ കുടുംബക്കാരുണ്ടാവും, വാപ്പാരുണ്ടാവും, വല്യാപ്പാരുണ്ടാവും, സഹോദരന്മാരുണ്ടാവും, കുടുംബാദികളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഷെയ്ഖുമാർ, ഉസ്താദ്, അങ്ങനെ പല മഹാന്മാരും ഉണ്ടാവും. ഇവരൊക്കെ കൂടി പുതിയൊരു ആത്മാവ് അറിയിക്കൊണ്ട് വരുമ്പോ വിരുന്ന് വന്ന മരുണ്ട് ഓടിണ്ട് വരും. അപ്പൊ പുതിയ ആളുകൾക്ക്, കുടുംബക്കാർക്കൊക്കെ അവിടെ കാര്യങ്ങൾ അറിയണം. അവരിങ്ങനെ വന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോ വേറൊരാൾ അതിൽ ഇടപെടും. ഹദീസിൽ പറയണത്, വേറൊരാൾ ഇടപെട്ടിട്ട് പറയും, ഇപ്പോൾ യാത്ര കഴിഞ്ഞ് വന്ന മനുഷ്യനല്ലേ, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നത്, ഒന്ന് വിശ്രമിച്ചോട്ടെ അദ്ദേഹം. അപ്പൊ അവരോ ഉണ്ടാതിങ്ങനെ മാറി. കുറച്ച് വിശ്രമം കഴിഞ്ഞാൽ ചോദിക്കാൻ തുടങ്ങുന്ന, ഇന്ന ആളുടെ അവസ്ഥ എന്താണ്, നമ്മളാ കുഞ്ഞാലിന്റെ അവസ്ഥ എന്താണ്, നമ്മൾ അബൂബക്കറിന്റെ അവസ്ഥ എന്താണ്, ഇങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ച് ചോദിക്കുന്ന. ഏതുവരെ ഹദീസിൽ പറയാണ്, ഇന്നാലിന്ന അവളുടെ കല്യാണം കഴിഞ്ഞോ, മറ്റാളുടെ മോളുടെ കല്യാണം കഴിഞ്ഞോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന. അപ്പൊ ഇവർ പറയാ കല്യാണം കഴിഞ്ഞ് അതൊക്കെ അറിയാൻ വേണ്ട ആഗ്രഹത്തിൽ ഇവരിയ്ക്കുന്ന. എന്നിട്ട് അപ്പൊ ചില ആളുകളെ പറ്റി ചോദിക്കും, ഹദീസിലുണ്ട്, ഈ ഇന്നാലിന്ന ആളെ അവസ്ഥ എന്താണ്, നല്ല ഇതിലാണോ? അപ്പൊ അവര് നല്ല അവസ്ഥയിൽ, ഇപ്പൊ ആദ്യത്തെ മാരല്ല, തോപൊക്കെ ചെയ്ത് ഇപ്പൊ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ലതിൽ പോകണം, അവർക്ക് ഭയങ്കര സന്തോഷമാവും. അല്ലെങ്കിൽ അവനിപ്പോ കള്ളുകുടിയും അതും ഇതും ഭയങ്കര പ്രയാസത്തിലാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര വിഷമാവും. ഈ കുടുംബക്കാർക്ക് അവർ അള്ളാഹിനോട് ദ്വാരക്കും, പഠിച്ചവനെ അവർക്ക് നീ തമ്പുരാനെ പുറത്തു കൊടുക്കല്ല, അവർക്ക് ഹിദായത്ത് കൊടുക്കണല്ല എന്ന് ദ്വാരക്കും. ഞാൻ ഹദീസിന് വിശദീകരിക്കുകയാണ്.
ഇവര് ചോദിക്കും ഇന്നാലിന്നാളോ, ആള് മരിച്ചല്ലോ, ഇന്നെക്കാട്ടി മുന്നേ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, മരിച്ചല്ലോ. അപ്പൊ ഇവര് പറയും പടച്ച തമ്പുരാനെ, ആര് മരിച്ചോ, ഇന്ന് ഇങ്ങോട്ട് എത്തിയിട്ടില്ലട്ടാ, അദ്ദേഹം എന്നാല് നരകത്തിൽ സിജ്ജീനിലായിരിക്കും, അള്ളാഹു താല അവന്റെ പാട്ടിൽ അവൻ പൊക്കോട്ടെ. അവർക്ക് ഭയങ്കര വിഷമാവും. കാരണം നല്ല ആൾക്കാരെ ഇങ്ങോട്ട് വരുള്ളൂ, അതിന് മുന്നേ മരിച്ചു ഇവിടെ വന്നിട്ടില്ലെങ്കിൽ സിജ്ജിലേക്ക് പോയിട്ടുണ്ടാവും. ഇങ്ങനെ ചർച്ച നടക്കുന്നു. അത് കഴിഞ്ഞോട് ഉടനെ തന്നെ ഈ ആത്മാവിനെ പിന്നീട് ഒരു മലക്കിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഹദീസിലുള്ളത്. ഈ മലക്ക് ഈ മയ്യത്തിന്റെ കൂടെ, മയ്യത്ത് അപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ വീട്ടില് മയ്യത്ത് ആൾക്കാർ വരുന്നുണ്ട്, കരയുന്നുണ്ട്, കുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടാവും, അല്ലണ്ട. അപ്പൊ ഈ മയ്യത്ത് അവിടെ മലക്കുണ്ടാവുന്ന ഈ ആത്മാവും ഉണ്ടാവും. ഈ ആത്മാവ് അവിടെ നടക്കണൊക്കെ കാണുന്ന ഈ മലക്ക്, ഈ ആത്മാവിനെ ഈ മലക്കിന്റെ കയ്യിലാണ്. ഈ ആത്മാവ് ഇങ്ങനെ കാണാണ്, തനിക്ക് വേണ്ടി സങ്കടപ്പെടുന്ന കുടുംബാദികളെ തന്നെ സംബന്ധിച്ച് സംസാരിക്കുന്നത് കേൾക്കുകയാണ്. ഒരാൾ നല്ലത് പറഞ്ഞു, നല്ലൊരു മനുഷ്യനിട്ടാ മരിച്ചു പോയിട്ട് എത്ര വർഷം, അതൊക്കെ ഈ ആത്മാവ് കേൾക്കുന്നു. എല്ലാം കേൾക്കും. കുളിപ്പിക്കുന്നത് കാണും, ആരൊക്കെ കുളിപ്പിക്കണം അതുവരെ കാണുന്നു. മനസ്സിലാവുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണിത്, വെറുതെ പറയല്ല. പിന്നെ മഹാനായ അൽ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവരുടെ മുസ്നദില് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മയ്യിത യഗ്ദിഫു മൻ യഗ്സിലുഹു വയഹ്മിലുഹു വയുദ്ലീഹി ഫീ ഖബ്രിഹി. എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മയ്യിത, തീർച്ചയായും മരിച്ച മയ്യിത്ത്, യഅരിഫു മൻ യഗ്സിലുഹു, അവനെ കുളിപ്പിക്കുന്നവനെ സംബന്ധിച്ച് അവൻ തിരിച്ചറിയും. അല്ലാഹുവിന്റെ റസൂൽ അവരെ കുളിപ്പിക്കുന്ന ആളെ തിരിച്ചറിയും. എന്നിട്ടോ വയഹ്മിലുഹു, അവനെ ചുമന്നു കൊണ്ടുപോകുന്നവനെയും തിരിച്ചറിയും. ആരൊക്കെയാണ് ഈ മയ്യത്തിന്റെ പിന്നിൽ അനുഗമിക്കുന്നത്, മയ്യത്ത് തിരിച്ചറിയും. വയുദ്ലീഹി ഫീ ഖബ്രിഹി, അവന്റെ ഖബറിലേക്ക് യുദ്ലീഹി, അവനെ ഇറക്കുന്നവരെയും തിരിച്ചറിയും. ഈ മലക്കുണ്ടല്ലോ, ഈ മലക്കിന്റെ കയ്യില് ഈ റൂഹിന് അള്ളാഹു കൊടുക്കും. ഈ മലക്ക് മയ്യത്ത് എവിടെ ഉണ്ടോ അവിടെ അതിനടുത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ ഈ മയ്യത്ത് ശരീരത്തിൽ കയറ്റൂല, മയ്യത്ത് ഇപ്പുറം ഇങ്ങനെ നിൽക്കും. അല്ല, ഈ മലക്ക് ഇപ്പുറം നിൽക്കും. ആ മലക്കിന്റെ കയ്യിൽ ഈ റൂഹുണ്ട്. ഈ റൂഹ് ഈ മയ്യത്തിനെയും ഈ റൂഹ് കാണും. കാരണം ഈ ശരീരത്തിലല്ലല്ലോ, ശരീരത്തിന് പുറത്താണല്ലോ ഈ മയ്യത്തുള്ളത്, ഈ റൂഹുള്ളത്. ഈ റൂഹ് ഇങ്ങനെ ആ മയ്യത്തിനെ കാണും, ആ കുളിപ്പിക്കണ കാണും. അത് കഴിഞ്ഞ് ഇങ്ങനെ കഫൻ ചെയ്യണത് കാണും, അങ്ങനെ പൊതിയുന്നത് കാണും, അങ്ങനെ അത് മയ്യത്തിന്റെ കട്ടിലിൽ വെക്കും. ഇതൊക്കെ മയ്യത്ത് കാണാണ്. അതുകൊണ്ടല്ലേ പറയണത് ഇവൻ മരിച്ചു കഴിഞ്ഞാൽ, കാരണം ഇവരെ എന്തൊക്കെ കാണുന്നുണ്ട്, ഇവർക്ക് പിന്നുള്ള സ്വർഗം കാണുന്നുണ്ട്, ഒക്കെ കാണും. അതുകൊണ്ട് പെട്ടെന്ന് ഇവരെന്താണ് ഈ നേരം വൈകിക്കണിന്നെ 2-3 ദിവസം ഫ്രീസറിലൊക്കെ വെക്കുന്നുണ്ടല്ലോ. നല്ല മനുഷ്യരാണെങ്കിൽ ആ മയ്യത്ത് ഇങ്ങനെ കിടന്ന് വിഷമിക്കൂ, എന്തിനാണ് എന്റെ ഇവിടെ ഇങ്ങനെ വെച്ച്, ഇങ്ങനെ സ്വർഗത്തിലേക്ക് വിട്ടൂടെ. മഹാന്മാർ ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞ മഹാന്മാർ മരിക്കാൻ കൊതിച്ചു പോയി എന്നാണ്. അവരിങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന അസ്രായേൽ അലൈഹിസ്സലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളകമണിയുന്നാണ് അവർക്ക്. അൽഹംദുലില്ലാഹ്, എന്റെ നമ്മളെ ഷെയ്ഖുന ബിലാൽ ഇഷാ റഹ്മത്തുള്ളാഹി അലൈഹി, മൂപ്പർ മഹാനവറുകള് 63 വയസ്സായിട്ട് മരണപ്പെട്ടില്ല. മൂപ്പര് ഭയങ്കര ഇതിലാണ്. മൂപ്പർ പറഞ്ഞ അസ്രായേൽ അലൈഹി ഇസ്ലാമിനെ ഇത് തെറ്റിക്കണെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സിൽ വഫാത്തായി. എനിക്ക് ആ സുന്നത്ത് കിട്ടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മൂപ്പരിന്റെ അടുത്ത് വന്നില്ല, ഞാൻ തെറ്റിക്കണം മൂപ്പരായിട്ട്. പക്ഷെ 1 വർഷം കഴിയുമ്പോൾ മൂപ്പർ വഫാത്തായി, 64-ാമത്തെ വയസ്സ്. അള്ളാഹുയുടെ ദറജ ഉയർത്തട്ടെ, അവിടെ ഫൈലാനോ നമ്മളെ ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ ബിലാൽ ഇഷാ റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലാവും, അവിടെയൊക്കെ മയ്യത്ത് കാണേണ്ടിരുന്ന അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി. എന്തോ ഒരു നല്ല മഴ കണ്ട് പുഞ്ചിരിച്ചു കിടക്കുന്ന ആ മുഖം, അൽഹംദുലില്ലാഹ്. അങ്ങനെ കണ്ട് മരിക്കുകയാണ് സ്വർഗം കണ്ടിട്ട് അവർ. അതെല്ലാം മുഖം പുഞ്ചിരിക്കുന്നത്. അപ്പൊ ഈ മയ്യത്ത്, അപ്പൊ ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ മലക്ക് ഈ റൂഹിനായിട്ട് ഇങ്ങനെ പോകുന്ന ചീത്ത മയ്യത്താണെങ്കിൽ ചീത്ത മയ്യത്തും ഉണ്ടാവും. അപ്പൊ ചീത്ത മയ്യത്തിന് ഇത് അതിന്റെ തിരക്കാണ് കാണാം. അപ്പൊ എന്നെ കൊണ്ടുപോവല്ലേ, എന്നെ കൊണ്ടുപോവല്ലേ, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ട് അട്ടഹസിക്കുന്നതാണ് ഈ മയ്യത്തിന്റെ റൂഹ്. ഈ മലക്കിന്റെ കയ്യിൽ കിടന്നിട്ട് അട്ടഹസിക്കും, എന്നെ കൊണ്ടുപോകലേന്ന്. പക്ഷെ അതൊന്നും ഇവരാരും കേൾക്കൂല, ജിന്നും ഇൻസും കേൾക്കൂല എന്നാണ് അവർ അട്ടഹസിക്കും.
അങ്ങനെ ഇതുമായിട്ട് നീങ്ങി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മലക്ക് ഏതുവരെ ഉണ്ടാവും അറിയോ? ഈ മലക്ക് ഈ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ച് ആ ഇറക്കിയിട്ട് അതിൽ വെക്കണ വരെ ഈ മലക്ക് അവിടെ ഉണ്ടാവും. ഈ റൂഹിനെ ആ ശരീരത്തിൽ ഏൽപ്പിക്കണത് വരെ. ശരീരത്തിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാല് ഈ ശരീരത്തിന്റെ കൂടെ ഈ ശരീരത്തിന്റെ മിസാലിയായ ഒരു ജിസ്മുണ്ടാവും. അത് റൂഹിലല്ല. റൂഹിന് നിറയും കോലയും ആകൃതിയും ഒന്നും ഉണ്ടാവില്ല. റൂഹിന് അത് പ്രകാശമാണ്. ആ ശരീരത്തുമായി ബന്ധപ്പെട്ടപ്പോണ്ടായ ഒരു ആകൃതി ഉണ്ട് എന്ന് മാത്രമേ റൂഹിനുള്ളൂ. അതേ സ്ഥാനത്ത് ഇവന്റെ രൂപവും ആകൃതിയും നിറമൊക്കെ ഉണ്ടാവല് ഏതിനാണ്? മിസാലിയായ ശരീരത്തിനാണ്. അത് ഈ ശരീരത്തിന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ മിസാലിയായ ശരീരത്തിലേക്ക് ഈ ആത്മാവിനെ നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും, നിന്നോട് ചോദിക്കുന്നു പറഞ്ഞില്ലേ? ഈ ശരീരവുമായിട്ടാണ് മിസാലിയ ജിസ്മിന്റെ ബന്ധം. ഈ ശരീരത്തിലുള്ള മിസാലിയ ജിസ്മിലേക്ക് ഈ മലക്ക് അവസാനം വരെല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഈ റൂഹിനെ നിക്ഷേപിക്കും. അപ്പോഴത്തിന് അവിടെ മലക്കുകൾ എത്തി, മറ്റേ മലക്കുകൾ ഹാജരായി. കണ്ട എന്തൊക്കെ സെറ്റപ്പാണെന്ന. അടുത്ത ഡ്യൂട്ടിക്കാർ വന്നു. ഈ ഡ്യൂട്ടിക്കാരെ പിൻവലിച്ചു. അടുത്ത 2 ഡ്യൂട്ടിക്കാർ വന്നു, മുൻകർ നക്കീർ അലൈഹിസ്സലാം. എന്നിട്ടാണ് ഈ മിസാലിയ ജിസ്മിൽ റൂഹ് വന്നു. മിസാലിയ ജിസ്മിനാണ്, ആ ശരീരത്തിനാണ് ഇടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുന്നത്. അതിൽ 2 വിഷയമുണ്ട്. മിസാലിയ ജിസ്മിനെ എഴുന്നേൽപ്പിച്ചിരുത്തുമ്പോ ശരീരവും ഇതിന്റെ കൂടെ താബിയാണ്. മിസാലിയ ജിസ്മ് മത്ബൂ ആണ്. അതുകൊണ്ട് ശരീരവും ആ കഫനോട് കൂടിയിട്ട് എഴുന്നേൽപ്പിച്ച് അങ്ങനെയുണ്ട് റിവായത്ത്. അൽഹംദുലില്ലാഹ്. എന്തായാലും ആ പൊസിഷൻ അനുസരിച്ചിട്ട്, ആ മയ്യത്തിന്റെ പൊസിഷൻ എന്താ, അതിനനുസരിച്ച് അല്ലാഹു തആല അവിടെ പ്രവർത്തിക്കും. മനസ്സിലാവും? അൽഹംദുലില്ലാഹ്. എന്നിട്ടാണ്ട് പോവുള്ളൂ. അത് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മയ്യത്ത് തിരിച്ചറിയുന്ന കുളിപ്പിക്കണോ സൂക്ഷിക്കണോ? ആരൊക്കെ അവരെ സ്നേഹിക്കുന്നുണ്ട്, എന്തെല്ലാം പറയേണ്ട ഇതൊക്കെ മയ്യത്ത് തിരിച്ചറിയും. നമ്മൾ ഈ ലോകത്ത് ആലമു ഷഹാദ, ഈ ഷഹാദയില് നമ്മളെ ശരീരത്തിനാണ് കൂടുതൽ സ്ഥാനം, ആത്മാവിന് അധികം സ്ഥാനമില്ല. കാരണം ശരീരത്തിനെ ആത്മാവ് പിൻപറ്റുക ചെയ്യുക. എന്നാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആലമുൽ ബർസഖിൽ വന്ന ആലമുൽ ഖബറിലേക്ക് വന്നാൽ ആത്മാവിനാണ് സ്ഥാനം, ശരീരം പിന്നിലാണ്, 2ാം സ്ഥാനമാണ്. ആത്മാവ് അതിന് ഇഷ്ടമുള്ളത് ചെയ്യും. പക്ഷെ സമ്പൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാവില്ല. സമ്പൂർണമായ സ്വാതന്ത്ര്യം 3ാം ലോകത്താണ്, അത് സ്വർഗത്തില്. ഇനി വീണ്ടും നിന്നെന്ത് ചെയ്യും? ശരീരത്തില് അള്ളാഹു തആല ശരീരം കൊണ്ടുവരികയും ആ ശരീരത്തിലേക്ക് ഈ മിസാലിയ ജിസ്മോട് കൂടിയുള്ള നിന്റെ റൂഹിനെ നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആത്മാവിന് ഉന്നതമായ സമ്പൂർണ്ണ അധികാരം അള്ളാഹു തആല നൽകും. അപ്പൊ ആലമു ഷഹാദ ദൃശ്യലോകത്താണെങ്കിലും അവിടെ റൂഹിയായ ലോകമാണ് കൂടുതൽ മികച്ചു വരിക. അവിടെ സമ്പൂർണ്ണ ലോകമായിരിക്കും എന്നാ മഹാന്മാര് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവസോചിതമായി വന്നപ്പോ വിഷയങ്ങൾ നല്ല വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ചില ആളുകൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇതെന്തൊക്കെയാണ് ഉസ്താദ് പറഞ്ഞത് മനസ്സിലാക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറഞ്ഞത് അത് ടച്ച് ചെയ്ത സ്ഥിതിക്ക് ഇത് കുറച്ചൊന്ന് പറഞ്ഞു പോണല്ലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. മനസ്സിലാവുന്നോ? ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യ. അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. അല്ലാഹു തആല നിങ്ങളുടെ അമ്മാവനക്ക് പൂർണ്ണമായി ശിഫ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല. മനസ്സിലാവുണ്ടോ? ഈ 2 ലോകമുണ്ടല്ലോ, പുനർജീവിതം നാളെ മഹ്ശറയിൽ, അത് പിന്നൊന്ന് നമ്മൾ ഇപ്പോൾ ആലമുഷ. ഇതിനിടയിലുള്ള ലോകമാണ് ഖബറിന്റെ ലോകം. വല്ലാത്ത ലോകമാണ്. ആത്മഹത്യ ചെയ്യുന്നവർ സൂക്ഷിക്കേണ്ട ലോകമാണ്. നല്ല പോലെ മരിച്ചോളിൻ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വമിൻ വറാഇഹിം അവർക്ക് പിന്നിലുണ്ട് ബർസഖുൻ ഒരു ഇടത്താവളമുണ്ട്. ഇലാ യൗമി യുബ്അസൂൻ പുനർജീവിതം വരുന്നതിന്റെ വരെ നാളെ വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഒരു ലോകമുണ്ട് എന്നാണ്. മനസ്സിലാവുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഒരു കിതാബിൽ ഈ ഹദീസിൽ വിവരിച്ചതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സഹാബാക്കളിൽ നിന്നും എനിക്ക് എത്തിയിരിക്കുന്നു, അതായത് റസൂലുള്ളാഹിന്റെ വളരെ അടുത്ത സഹാബാക്കൾ ബലഗനി എനിക്ക് എത്തിയിരിക്കുന്നു, അന്ന അർവാഹൽ അഹ്യാഇ വൽ അംവാതി തതലഖാ ഫിൽ മനാമി. ഞാൻ പറയുന്നത് ബർസഖിയായ ലോകത്തിനെ സംബന്ധിച്ച് സംസാരിച്ചു. അപ്പം നമ്മുടെ ചർച്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഈ ആളുകൾക്ക്, ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണല്ലോ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മരണപ്പെട്ടു പോയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ? നമ്മൾക്ക് അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ? പറ്റും എന്നാണ് പറയുന്നത്.
എന്തെങ്കിലും വിടുവായിത്തല്ല, അത് പറയാൻ പറ്റൂല. ഹദീസ് റസൂൽ എന്ത് പറഞ്ഞു എന്നാണ്. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ നബി എന്ത് പറഞ്ഞു എന്നാണ് നോക്കണ്ട. അല്ലാതെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റും യോഗ നടത്തുന്ന ആൾക്കാരും ആത്മാവിന്റെ ലോകം വിവരിച്ച് അതും സത്യല്ല. സത്യം നബി പറഞ്ഞതായി പറ്റും എന്നാണ് പറയുന്നത്. സ്വപ്നത്തില് മനാമിൽ ബന്ധപ്പെടാ, ഉറക്കത്തിൽ ബന്ധപ്പെടാന്നാണ് മരണപ്പെട്ടു പോയ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന പറയുന്നത്. നല്ല നല്ല മനുഷ്യന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ പറ്റുമെന്ന പറയുന്നത് ഹദീസാണ്. മനസ്സിലാവുന്നത് അതെങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങള് നല്ല വിശ്വാസികളായ ആളുകൾ, അമ്പിയാക്കളുടെ സ്വപ്നങ്ങൾ, വിശ്വാസികളുടെ സ്വപ്നങ്ങൾ, നല്ല വിശ്വാസികളെ സ്വപ്നങ്ങൾ സത്യമായിട്ട് തോന്നുന്നു. അവർ വിശ്വാസികളുടെ സ്വപ്നങ്ങൾ അവരുടെ കറാമത്താണെന്ന് ആ ഹദീസിലേക്കാണ് വരുന്നത്. എന്താണ് പറഞ്ഞത്? നമുക്ക് എത്തിയിരിക്കുന്നു സഹാബാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ആത്മാക്കളും വൽ അംബാത്തി മരണപ്പെട്ട ആളുകളുടെ ആത്മാക്കളും തതലഖാഫിൽ മനാമി ഉറക്കത്തിൽ അവർ തമ്മിൽ കണ്ടുമുട്ടും. ഉറക്കം മരണത്തിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഉറക്കം എന്താണ്? മരണത്തിന്റെ സഹോദരിയാണ്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റൂഹിനെ പിടിക്കുന്നുണ്ട് എന്നാണ് അല്ലാഹു തആല. പൂർണ്ണമായ ശരീരത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റണില്ല, ഒരു ബന്ധം വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല പിടിച്ചു കൊണ്ടുപോകും റൂഹിനെ ഉറങ്ങുമ്പോൾ. അത് നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. മരണത്തോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതായത് മരണപ്പെട്ട ഒരാൾക്ക് കാഴ്ച ഉണ്ടാവൂല, കേൾവി ഉണ്ടാവൂല, ബോധം ഉണ്ടാവൂല, അതൊക്കെ ഉറക്കത്തിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പറയാണെന്ത്? മാനവറുകൾ പറയാണ്, മരണപ്പെട്ട ആളുകളുടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ റൂഹുകള് മരണപ്പെട്ട് മുൻഗാമികളുടെ റൂഹുകളും തതലഖാഫിൽ മനാമി ഉറക്കത്തിൽ സന്ധിക്കും, കണ്ടുമുട്ടും. ഫയതസാഅലൂന ബൈനഹും പറഞ്ഞ കേട്ടോ, നല്ല രസമാണ് ഹദീസ്. ഫയതസാഅലൂന ബൈനഹും അവർ അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ട് അതിനെ വിവരിച്ചുകൊണ്ട് മറ്റൊരു ഹദീസിനെ വെച്ചുകൊണ്ട് വിവരിക്കുകയാണ് എന്തൊക്കെ എന്ന്. കുടുംബത്തിന്റെ വർത്തമാനങ്ങൾ ചോദിക്കും, നാട്ടുവർത്താനങ്ങൾ ചോദിക്കും. പണ്ഡിതന്മാരാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. നമ്മൾ മശായിഖന്മാർ സ്വപ്നം കാണാൻ നല്ലതാണെന്ന് പറയില്ലേ? അൽഹംദുലില്ലാ, വളരെ ശരിയാണത്. മശായിഖന്മാരെ സ്വപ്നം കണ്ട സത്യമാണെന്ന് പറയാം. കാരണം അവരങ്ങനെ കാണൂല. അപ്പൊ മുഅ്മിനീങ്ങളാണ് അങ്ങനത്തെ കാണുന്നത്. അപ്പൊ കാണുമ്പോ അവിടുന്ന് അവരിൽ നിന്ന് നല്ല സന്തോഷവാർത്ത കിട്ടുമ്പോ ഒരു സത്യമാണെന്നാണ് ഹദീസാണ് ഈ പറയണതേ. കണ്ടുമുട്ടും എന്ന് പറഞ്ഞപ്പോ അവരേക്ക് ശരി കണ്ടുമുട്ടണമെന്നുണ്ട്. നമ്മൾ സ്വപ്നത്തില് ജീവിച്ചിരിക്കുന്നവർ സ്വപ്നം കാണണമായിരുന്നില്ല കേട്ടോ. മരണപ്പെട്ട ആൾക്കാരെ കണ്ടുമുട്ടുന്നതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. മരണപ്പെട്ടു പോയ റൂഹുകളും ജീവിച്ചിരിക്കുന്ന ആളുകളുടെ റൂഹുകളും ഉറക്കത്തിൽ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഫയതസാഅലൂന ബൈനഹും അവർ തമ്മിൽ അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കും. ഫയുംസിക്കുല്ലാഹു അർവാഹൽ മൗതാ എന്നിട്ട് എന്തും ഫയുംസിക്കുല്ലാഹു അല്ലാഹു തആല പിടിച്ചു വെക്കും അർവാഹൽ മൗതാ മരണപ്പെട്ടവരുടെ റൂഹുകളെ. മരണപ്പെട്ട ആൾക്കാരുടെ റൂഹുകൾ വേഗ ശരീരത്തിൽ പോകാൻ ആഗ്രഹിക്കും. ഈ ഖബറിലുള്ള മയ്യത്തിന്റെ ശരീരം ഉണ്ടല്ലോ, ആ ശരീരം മോമിനികളത് നശിക്കൂല. അപ്പൊ ഈ റൂഹ് ഇങ്ങോട്ട് പോവാൻ ആഗ്രഹിക്കും. ഇനി നശിച്ചിട്ടില്ലെങ്കിലും അവരുടേതായ മിസാലിയ അതായത് ഈ ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞത്. ഈ ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുമെന്നാണ് ഇവര് മനസ്സിലാവുന്നത്. അപ്പൊ ഇവര് വേറെ അപ്പൊ അതിനുള്ള ബദ്ധപ്പാടിലാവും. എങ്ങനെങ്കിലും അപ്പൊ എന്ത് ചെയ്യും? അള്ളാഹു തആല പിടിച്ചു. അങ്ങനെ പോകണ്ട, മരിച്ചില്ല ഇഞ്ഞാണ്ട് പോകണ്ട. അല്ലാഹു തആല പിടിച്ചു വെക്കും അർവാഹൽ മൗത മരണപ്പെട്ടവരുടെ റൂഹുകളെ. വയുർസിലു അർവാഹൽ അഹ്യാ ഇലാ ജിസാദിഹാ വയുർസിലു അയച്ചു കൊടുക്കും അർവാഹൽ അഹ്യാ ജീവിച്ച ഇരിക്കുന്ന ആളുകളുടെ റൂഹുകളെ അയച്ചു കൊടുക്കും ഇലാ ജിസാദിഹാ അവരുടെ ശരീരങ്ങളിലേക്ക്. ആ മയ്യിത്തിൻ ആ ഉറങ്ങുന്ന ആളുടെ ശരീരത്തിലേക്ക്. അപ്പോ നമ്മള് അപ്പോഴാണ് നമ്മൾ എണീക്കുക. സ്വപ്നം കണ്ടത് അല്ലെ, എണീച്ചിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന സ്വപ്നം കഴിഞ്ഞു. അതോടുകൂടി ശരീരത്തിലേക്ക് വീണ്ടും അയക്കാണ്. മറ്റൊരാളെ പിടിച്ചു വെക്കും. ഇവരപ്പോ കൂടെ പോകാൻ സമ്മതിക്കൂല. ഇതാ ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ സ്വപ്നം കാണൊക്കെ നല്ലതാണ്. മരണപ്പെട്ടു പോയ ആളുകളെ അതിന് ബേജാറാവുന്ന മരിച്ചോരെ കണ്ടു. ചിലവർ പറയും, അതേ ഞാൻ മരിച്ച വാപ്പാനെ കണ്ട് ഞാണ്ട് മരിക്കാനാവോ? നല്ല മനുഷ്യന്മാരെ കാണാൻ നല്ലതാണ്, അതുകൊണ്ട് മരിക്കൊന്നുമില്ല.
മരണത്തോടുള്ള സ്വപ്നങ്ങൾ അത് വേറെയാണ്. അത് മരിച്ചവരെ കാണലില്ല. അത് വേറെ കുറെ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് മരിക്കാനുള്ള അടയാളങ്ങളായിട്ട് വരുന്നത്. മനസ്സിലായ? അൽഹംദുലില്ലാ, നല്ലത് തന്നെയാണ്. അള്ളാഹുവിന്റെ നൂറിന്റെ സ്വപ്നം കണ്ടാൽ നല്ലത് തന്നെയാണ്. പക്ഷെ അത് പിശാചും വരും. അള്ളാഹിന്റെ നൂറാണെന്ന് എനിക്ക് ഉറപ്പിട്ടിട്ടില്ലല്ലോ. അത് എന്റെ ഷെയ്ഖിനോട് പോയി ചോദിക്കണം, ആത്മീയ ഗുരുക്കൻ. പക്ഷെ അതായത് ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ശരിക്കും പോലെ ഖുർആാനും ഹദീസും അനുസരിച്ച് ഇതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ആള്, പരിശുദ്ധ ഖുർആാനും ഹദീസിനെയും അടിസ്ഥാനത്തിൽ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ആളുണ്ടാവും. അത് നിന്നെ സംബന്ധിച്ച് പഠിച്ച ആള്. ഓരോ ആൾക്കാർക്ക് അനുസരിച്ച് വ്യാഖ്യാനം വരും. അങ്ങനത്തെ ആളോട് ചോദിച്ചാലാണ് ഈ നൂറ അത് അള്ളാഹിന്റെ നൂറന്നാണോ എന്ന് അറിയുള്ളൂ. ചിലപ്പോൾ ശൈത്താനും നൂറിന്റെ കോലത്തിലൊക്കെ വന്നുകൊണ്ട് എന്നെ പഴിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതും കൂടി സൂക്ഷിച്ചാൽ മതി എന്ന് മാത്രം. അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു താല ഹൈറാക്കിക്കട്ടെ, ഷെറിനെ തട്ടിട്ട്. എപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇതിന്റെ ഹൈറിനെ ഞാൻ എന്നോട് ചോദിക്കുന്നു. നല്ല സ്വപ്നം കണ്ടാൽ ഇതിന്റെ ഹൈറിനെ എന്നോട് ചോദിക്കുന്നു, ഷെറിനെ എന്നെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. അങ്ങനെ സംശയം വരുന്ന സ്വപ്നം കണ്ടാൽ അങ്ങനെ ചോദിച്ചാൽ മതി. ഇനി അഥവാ ഇനി മോശമായുള്ള സ്വപ്നം കണ്ടാലും പേടിക്കാനൊന്നുമില്ല. ഒക്കിനാ റബ്ബനാ ശർറ മാ ഖദൈത്, അല്ലാഹുവേ ആ സ്വപ്നത്തിന് ഷെറിനെ തൊട്ട് ഞാൻ എന്നോട് കാവലിനെ ചോദിക്കുന്നു. മലയാളത്തിൽ ചോദിച്ചാലും മതി, മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ ഈ ഹദീസ് വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അങ്ങനെയാണ് നമ്മൾ സ്വപ്നങ്ങൾ. അപ്പം മരണപ്പെട്ടു പോയ അപ്പൊ അത് ആത്മഹത്യ ചെയ്ത് മരിച്ചാലും വേണ്ടില്ല, ആരെങ്കിലും മരണപ്പെട്ട റൂഹുകളുമായി ബന്ധം സ്ഥാപിക്കൽ സംഭവ്യമാണ് എന്നാണ് ഈ പറയുന്നത്. അല്ലാതെ മരിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി വെറും മയ്യത്തിന് എന്താക്കാൻ പറ്റാണ് ഈ ലോകവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. എന്ത് 40 എന്നൊക്കെ പറയും. ഈ സുന്നികൾ പണ്ഡിതന്മാർ 7 വെച്ചതും 40 വെച്ചതും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 ദിവസം വരെ മരണപ്പെട്ട റൂഹിന് ആ റൂഹ് എവിടെയാണോ കൂടുതൽ ഇഷ്ടവും ഇണക്കവും ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 40 ദിവസം വരെ നല്ല ഫുഡ് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടും എല്ലാവരും സന്തോഷം പങ്കിടുമ്പോൾ അവർക്കും അങ്ങനെ സന്തോഷം. എനിക്ക് അറിഞ്ഞിരിക്കണ ഇഷ്ടമല്ല അവർക്ക് സന്തോഷം വേണം. കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുന്നതും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ നല്ല റൂഹുകൾക്ക് അതിനൊക്കെ തൗഫീഖ് ഉണ്ടാവുള്ളൂ. മറ്റവർക്ക് അദാബ് നടക്കുന്നതുകൊണ്ട് അതിനൊന്നും തൗഫീഖ് കിട്ടൂല. മനസ്സിലാവുണ്ടോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബിയായ വനിത വരികയാണ്. നമുക്ക് എങ്ങനെ മരണപ്പെട്ടു പോയാലുള്ള റൂഹുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഹദീസ് എങ്ങനെ വിവരിക്കുന്നു നോക്കാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബിയായ വനിത വരാണ്. ആ സഹാബിയായ വനിതക്ക് ഒരു മോനുണ്ട്, ബിശ്ർ റളിയല്ലാഹു തആല അൻഹു. മോനക്ക് ഉമ്മയോടും വലിയ ഇഷ്ടമാണ്, ഉമ്മക്ക് മോനോടും വലിയ ഇഷ്ടമാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്, പരസ്പരം അങ്ങോട്ടും. പക്ഷെ ചെറുപ്പക്കാരനായിരിക്കുമ്പോ തന്നെ, കല്യാണം കഴിഞ്ഞ മുന്നേ തന്നെ ചെറുപ്പക്കാരനായിരിക്കുമ്പോ തന്നെ എന്ത് ചെയ്തു? ബിശ്ർ എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. ആ ഉമ്മാക്ക് വല്ലാത്ത വിഷമായി. അപ്പൊ ഈ സഹാബിയായ വനിത ഈ ഉമ്മയുടെ അടുക്കലേക്ക് വരിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. ഈ വനിത വന്ന് ചോദിക്കുക, അള്ളാഹുവിന്റെ റസൂലെ, മരണപ്പെട്ട ആളുകളുമായി, ഞാൻ ഹദീസിന്റെ ആശയം വിവരിക്കുകയാണ്, മരണപ്പെട്ട ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ, അതായത് ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുമോ? ഏതെങ്കിലും വിധത്തിൽ നമ്മൾക്ക് അവരെ വിവരറിയാനും അവർക്ക് നമ്മളെ വിവരറിയാനും അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സാധിക്കുമോ എന്നുള്ള വിധത്തിൽ മഹദി അവറുകൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു. എന്നിട്ട് മഹദി അവറുകൾ പറയാണ്, അങ്ങനെ സാധിക്കുമെങ്കിൽ എന്റെ മകൻക്ക് സലാം എത്തിക്കാനാണ് എന്റെ ഭാഗത്തുനിന്ന് അള്ളാഹിന്റെ റസൂലേ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തീർച്ചയായും സാധിക്കും. അപ്പൊ ഈ മഹദി പറയാണ്, അങ്ങനെ സാധിക്കുമെങ്കിൽ ഞങ്ങളെ കുടുംബത്തിൽ നിന്നും ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ, സക്രാത്തിന്റെ ഹാലാകുമ്പോൾ അവരോട് പോയിട്ട് എന്റെ മകന് വേണ്ടിയിട്ട് എന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് അവരോട് പറഞ്ഞയക്കാനാണ്. അപ്പൊ അവരെ കാണുമ്പോ പറഞ്ഞോളല്ലോ എന്നുള്ള വിധത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോ അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, തീർച്ചയായും സാധിക്കുന്നു. സന്തോഷമായി ഈ വനിതക്ക്. ഈ സഹാബിയായ വനിത പിന്നീട് പറയാണ്, കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടാനായിട്ട് സക്രാത്ത് കിടുമ്പോ അവരെടുത്ത് പോകും ഈ സഹാബി. എന്നിട്ട് പറയും, നമ്മളമാര് ബേജാറൊന്നും സഹാബികൾക്ക് ഉണ്ടാവില്ല മരിക്കുമ്പോ. അപ്പോ അവരടുത്ത് പോയിട്ട് പറയും, നിങ്ങൾ മരണപ്പെട്ടു പോയാലേ എന്റെ മകൻ ബിശ്റിനെ നിങ്ങൾ കാണും. എന്റെ മകൻ ബിശ്റിനെ നിങ്ങൾ കാണുമ്പോ എന്റെ ഭാഗത്ത് നിന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞതിനെ അറിയിക്കണം കേട്ടോ എന്ന് പറയും. അങ്ങനെ ഓരോ ആൾക്കാർ മരണപ്പെടുമ്പോൾ ഈ സ്ത്രീ കുടുംബത്തിൽ മരണപ്പെടുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അവർ ജീവിക്കുന്ന കാലത്തോളം. നമ്മൾ ചിന്തിച്ചു നോക്കി.
റസൂലുള്ളാഹിയുടെ സനദാണ് ആ സ്ത്രീക്ക് കിട്ടിയത്. അപ്പൊ ഈ മരണപ്പെട്ടു പോയ അപ്പൊ റൂഹുകളും തമ്മിൽ സന്ധിക്കുന്ന, അവർ തമ്മിൽ സമ്മേളനങ്ങൾ ഉണ്ടാവുന്ന, എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇബ്നു ഖയ്യൂം അതായത് ഇബ്നു ഖയ്യൂം എന്ന് പറഞ്ഞ മഹാന് വലിയ പണ്ഡിതാണ്, ചെറിയ ബിദ്അത്തൊക്കെ ഉണ്ട്, വലിയ പണ്ഡിതനാണ്. മൂപ്പർ കിതാബ് എഴുതുന്ന റൂഹ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ഇബ്നു തീമിയ മഹാന എന്ന പണ്ഡിതന്റെ ശിഷ്യനാണ്. അവർക്കൊക്കെ ഒരു ബിദ്അത്ത് ഇതുണ്ടായതുകൊണ്ട് സുന്നികൾ അവരെ അക്സെപ്റ്റ് ചെയ്യൂല. പക്ഷെ ഈ റൂഹ് എന്നുള്ള കിതാബിൽ അത് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ വളരെ പ്രസിദ്ധമായ ഹദീസ് വെച്ചും കൊണ്ടാണ് മൂപ്പർ അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഈ വിഷയങ്ങളൊക്കെ വളരെ വിശാലമായിട്ട് തന്നെ ഇബ്നു ഖയ്യൂം എന്നവര് വിവരിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ട ഈ മരണപ്പെട്ടു പോയ റൂഹുകൾ തമ്മിൽ സന്ധിക്കുന്നതിനെ സംബന്ധിച്ചു, അവർ തമ്മിലുള്ള സംസാരങ്ങളെ സംബന്ധിച്ചു, റൂഹുകൾ തമ്മിൽ സംസാരങ്ങളെ സംബന്ധിച്ചു സഹാബാക്കൾ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ്. ഒരാൾ മരണപ്പെടുമ്പോൾ, ഒരു സഹാബി മരണപ്പെടുമ്പോൾ വേറെ സഹാബി പറയും, ആദ്യം തന്നെ പറഞ്ഞു വെക്കും, നിങ്ങളാണ് ആദ്യം മരണപ്പെട്ടതെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് സ്വപ്നത്തിൽ വന്ന് പറയണട്ടാ. ഞാനാണ് മരണപ്പെട്ടതെങ്കിൽ ഞാൻ അങ്ങോട്ടും പറയട്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു സഹാബി മരണപ്പെട്ടപ്പോൾ ആ സഹാബി ഇതേപോലെ കുറെ ദിവസം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞതും കാര്യങ്ങളൊക്കെ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയും തമ്മിലുള്ള കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ മരണപ്പെട്ട പറയണോ വെച്ചിട്ട് അത് ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ കുറെ നാൾക്ക് മൂപ്പരെ കണ്ടെന്നില്ല. അപ്പൊ ഈ സഹാബിക്ക് ആകെ വിഷമായി. ഉമർ എന്തുകൊണ്ടാണ് റളിയല്ലാഹു അൻഹു എന്നോടൊന്നും കാര്യങ്ങൾ വന്ന് പറയാത്തത്? 40 ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പർ സ്വപ്നത്തിൽ കാണാം ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വിയർത്തിട്ട് നെറ്റിമിൽ കൂടി വരുന്ന വിയർപ്പ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തും കാണ്ട് ഇങ്ങനെ കൊടഞ്ഞു കൊണ്ടിട്ടാ മൂപ്പരത്തേക്ക് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഉമറിന്റെ അല്ലാഹു തആല ഉമറിനെ മേൽ റഹ്മ ചെയ്യുകയില്ലായിരുന്നുവെങ്കിൽ ഉമറിന്റെ സിംഹാസനം തരിപ്പണമായി പോകുമായിരുന്നു എന്ന് പറഞ്ഞു. അള്ളാഹ് എന്നെ മരണപ്പെട്ടതിന് ശേഷം എന്റെ റൂഹ് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കി അല്ലാഹു തആല ഓരോ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളൂ. ഫ്രീ ആയ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. 40 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയിട്ടുള്ളൂ. അവർക്കൊന്നും ഖബറിലെ ചോദ്യമല്ല, അതിനെക്കാട്ടും വലിയ ചോദ്യം അള്ളാഹിന്റെ അടുത്ത് നേരിട്ടിട്ടാണ്. മഹാന്മാർക്ക് നേരിട്ട് അള്ളാഹു തആലയുടെ അടുത്ത് കൊണ്ടുപോവുക. അത് ആരാ റിപ്പോർട്ട് ചെയ്യണെന്ന ഇബ്നുൽ ഖയ്യൂം. ആരാണത്? ഇബ്നു തീമിയയുടെ പ്രധാന ശിഷ്യനാണ്. റൂഹ് എന്നുള്ള പ്രസിദ്ധമായ ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത്. ഇതുപോലെ കുറെ ചരിത്രങ്ങൾ വിവരിക്കുന്നുണ്ട് മരണപ്പെട്ട ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച്. റൂഹുകള എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട, അവർ നല്ല ജീവിതം ജീവിക്കുകയാണ്. അവർ ഭയങ്കര ഹർഷപുളകിതരായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്, വളരെ സന്തോഷത്തിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാവുണ്ടാവും. ഇബ്നു അബി ദുനിയ അതായത് ഫി കിതാബിൽ ഖുബൂർ എന്ന് പറഞ്ഞ, അതായത് കിതാബുൽ ഖുബൂർ എന്ന് പറഞ്ഞ തന്റെ ഗ്രന്ഥത്തില് ഇബ്നു അബി ദുനിയ റിപ്പോർട്ട് ചെയ്യാണ് ഒരു ഹദീസ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൊട്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കേട്ടോളി. നമ്മളിപ്പോ നിർത്തട്ട, പേടിക്കണ്ട. ഏതായാലും ഈ വിഷയമാണ്. ഞാൻ നാളെയും കൂടി ഇനിയിപ്പോ ഈ മയ്യത്തിനെ പറ്റി റൂഹിനെ പറ്റി പറഞ്ഞിട്ട് ബേജാറാക്കണ്ട വെച്ചിട്ടാ ഇന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാച്ചിട്ടാണ്. ഒന്ന് ക്ഷമിക്ക്. എന്തുകൊണ്ടും ഇതന്നെ ഞാൻ ശരിക്കും പോലെ വിശദീകരിച്ചിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്തോളാം, ഞാൻ പറഞ്ഞോളാം ട്ടാ. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ട്ടോ, ഞാൻ ദുആ ചെയ്യാം. അല്ലാഹുമ്മ യാ ലത്തീഫു, അല്ലാഹുമ്മ യാ ലത്തീഫു യാ മുഈദു യാ വഹാബു യാ അല്ലാഹ് എന്ന് ഉപ്പനോട് 111 പ്രാവശ്യം കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ചൊല്ലാൻ പറഞ്ഞാണ് കേട്ടാ. യാ ലത്തീഫു, ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഇസ്മുകൾ കേട്ടാ, അത് പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. ഞാൻ വിഷയങ്ങൾ ഇനി മാറിപ്പോണ്ട. യാ ലത്തീഫു യാ മുഈദു യാ വഹാബു യാ അല്ലാഹ് ചൊല്ല ട്ടാ. അങ്ങനെ ചൊല്ലിയാൽ മതി. അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹു തആല നിങ്ങളെ ഉപ്പാക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ അല്ലാഹു തആല നൽകട്ടെ. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ തന്നോട് റിപ്പോർട്ട് ചെയ്യാണ് ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞതായിട്ട്, മാമിൻ റജുലിൻ യസൂറു ഖബറ അഖീഹി വയജ്ലിസു അലൈഹി ഇല്ലസ്തഅനസ ബിഹി വറദ്ദ അലൈഹി ഹത്താ യഖൂം. قال رسول الله صلى الله عليه وسلم,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാമിൻ റജുലിന് ഒരു പുരുഷനും ഉണ്ടായിട്ടില്ല, ഒരു പുരുഷനുമില്ല, യസൂറു അവൻ സിയാറത്ത് ചെയ്യുന്നവനായിട്ടില്ല, ഖബറ അഖീഹി അവന്റെ സഹോദരന്റെ ഖബറിനെ സിയാറത്ത് ചെയ്യുന്നവനായിട്ടില്ല, വയജ്ലിസു അലൈഹി ഖബറിന്റെ അടുത്ത് ഇരിക്കുന്നവനോ ആയിട്ടില്ല, ഇല്ലസ്തഅനസ ബിഹി അവനെ കൊണ്ട് അർശ പുളകിതരാവുന്നത് വരെ ആ കബറാളി ഇവനെ കൊണ്ട് ഈ കബറാളിക്ക് ഇണക്കം ലഭിച്ചിട്ടല്ലാതെ ആ ആള് സിയാറത്ത് ചെയ്തിട്ടില്ല. അതായത് ഒരു മനുഷ്യന് തന്റെ സഹോദരന്റെ ഖബർ സിയാറത്ത് ചെയ്യുകയും സന്ദർശിക്കുകയും ആ ഖബറിന്റെ അടുക്കൽ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഖബർ സിയാറത്ത് ചെയ്ത് അവിടെ ഇങ്ങനെ കുറച്ചു നേരം നിൽക്കുകയാണ്, കുറച്ചു നേരം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ആ ഖബറാളിക്ക് ഒരു ഇണക്കം കിട്ടൂ, ഭയങ്കര സന്തോഷം വരൂ റസൂലുള്ള പറയാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഖബറാളി അറിയുന്നുണ്ട് എന്നല്ലേ. മാമിൻ റജുലുൻ യസൂറു ഖബറ അഖീഹി വയജ്ലിസു അലൈഹി ആ ഖബറിന്റെ അടുക്കല് അവൻ ഇരുന്നിട്ടുമില്ല, ഇല്ല ഇസ്തഅനസ ബിഹി അവനെ കൊണ്ട് ഈ ഖബറാളി സന്തോഷിച്ചിട്ടല്ലാതെ, ഇണക്കമുണ്ടാക്കിയിട്ടല്ലാതെ, വറദ്ദ അലൈഹി അവർക്ക് അവന്റെ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുമല്ലാതെ, അതായത് അവൻ സലാം ചെല്ലുമ്പോ അതിന് മറുപടി പറഞ്ഞിട്ടുമല്ലാതെ. അപ്പൊ ഖബറാളിന്റെ അടുക്കൽ എന്നിങ്ങാണ്ട് പറയുമ്പത്തിന് എന്താവൂല? ശിർക്കാവൂല. അപ്പൊ ഖബറാളിന്റെ അടുത്ത് വന്ന് പറയാം, ഇന്റെ ഒരു ഇന്നാലിന്റെ ആൾക്ക് നിങ്ങൾ അവിടെ ഇല്ലീനല്ലേ, അപ്പൊ നിങ്ങൾ അവിടെ സിദ്ദീഖുറഹ്മാനെ കാണാണെങ്കിൽ ഇന്റെ ഒരു സലാം പറയണേ, അല്ലെങ്കിൽ മൊയ്തീൻ ശൈഖിനെ കാണാൻ ഒരു സലാം പറയണം, അങ്ങനെ പോവാൻ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കുഴപ്പം? ഒന്നാക്കണ്ട് പിടിച്ചിരുന്നു. അപ്പൊ അവര് മറുപടി പറയുമെന്ന് പറഞ്ഞാൽ സാധിക്കുമെങ്കിൽ അപ്പൊ അവരവിടെ പറയുമല്ലോ, പറ്റും. അതുകൊണ്ട് നമ്മളെ ഷെയ്ഖുമാരൊക്കെ നമ്മുടെ ഏതെങ്കിലും സ്വാലിഹീങ്ങളായ ഖബറിന്റെ ആളുകളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ അവിടെ വെച്ചിങ്ങാണ്ട് റസൂലുള്ളാഹിന്റെ സലാം പറയും, സലാം ബൈത്ത് ചെല്ലും. യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക. ആ സലാം ബൈത്ത് ചെല്ലണം എന്തുകൊണ്ടാണ്? ആ സലാം ഇവര് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾ റസൂലിലേക്ക് അയക്കണം. അവര് റസൂലിന്റെ ഹലറത്തിലാണ് ഈ ഖബറാളി, സ്വാലിഹായ ഖബറാളി ഉള്ളത്. റസൂലുള്ളാഹിന്റെ ഹലറത്തിൽ ഇടക്കിടക്ക് ഉള്ള ആളുകളാണ്. അപ്പൊ ഈ സലാം കൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേനും അവർ റസൂലുള്ളാഹിന്റെ ഹലറത്തിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു എളുപ്പ പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനങ്ങൾ. അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോണ വരെ ഇവർക്ക് നല്ല ഇണക്കവും സന്തോഷമായിരുന്നു. ഇയാൾ പോവല്ലേന്ന് ആഗ്രഹിക്കുന്ന ഷേഖന്മാർ അവിടെ പോയിട്ട് അള്ളാന്റെ ഔലിയാക്കളുടെ അടുത്തൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്യുമ്പോൾ പലർക്കും അനുഭവിക്കാൻ പറ്റും. അതുപോലെ സ്വന്തം ഉപ്പാന്റെ അടുത്ത് പോകുമ്പോൾ, വെല്ലിപ്പാന്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മളെങ്ങനെ ഒരു ഹൃദയത്തിൽ ഒരു തണുപ്പ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് കാണാം അവരുടെ റൂഹിലേക്ക്. അത് അവരുടെ ഇണക്കം നമ്മുടെ മനസ്സൊരു ഇണങ്ങുന്ന ഇണക്കാണ് ആ മനസ്സിലൊരു ആ റൂഹ് തണുക്കുന്നത്, നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു തണുപ്പ് വരുന്നത് അല്ലേ. പല അനുഭവങ്ങളും പലർക്കും ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ കല്ലിന്റെ മണ്ണിനെ പോയി സിയാറത്ത് ചെയ്യണതല്ല. അതുകൊണ്ടാണ് ഉപ്പാനെ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ സിയാറത്ത് ചെയ്യേ, നിങ്ങളെ മരണപ്പെട്ട ഉപ്പാനൊന്ന് പോയിട്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് സിയാറത്ത് ചെയ്യ്. അവർക്ക് വലിയൊരു സന്തോഷമാണത്, അവിടെ റൂഹ് സന്തോഷിക്കും, അവർക്ക് വലിയ സന്തോഷമാണത് നിങ്ങൾ സിയാറത്ത് ചെയ്യണത്. അവരെ ഒറ്റപ്പെടുത്തല്ലേ എന്ന് പറയുന്നത് അതാണ്. അവരെ ഒറ്റപ്പെടുത്തില്ല, ഇടയ്ക്കൊക്കെ അവരുടെ ഒന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടാവും എന്ന് പറയും. സ്വന്തം മക്കൾ വരുമ്പോൾ അല്ലാതെ നമുക്ക് എല്ലാവരും തൗഫീക്ക് നൽകട്ടെ, ഇടയ്ക്കൊക്കെ സിയാറത്ത് ചെയ്യണം, അതിന് മാറ്റം ഉണ്ടാവും. ഔലിയാക്കളാണെങ്കിൽ ഔലിയാക്കളെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അവരിൽ നിന്നുള്ള ദുആയും മറ്റും നമുക്ക് കിട്ടാനും സാധ്യതകൾ നല്ലോണ്ട്. മനസ്സിലാവുണ്ടോ? ആയത്തുൽ കുർസിയൊക്കെ ഓതി ഖുർആനൊക്കെ ഓതിങ്ങാണ്ട് നല്ലവണ്ണം കെടുക്കാൻ പറയും ദിക്റിലൊക്കെ ആയിട്ട്. മനസ്സിലാവുണ്ടോ? അൻഫാസിയായിട്ട് ശ്വാസത്തുള്ള ദിക്റൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ കെടുക്കാൻ പറയും, അല്ലെങ്കിൽ മശായിഖന്മാരുമായി ബന്ധപ്പെടാൻ പറയും. ഇൻഷാ അല്ലാഹ് ഒക്കെ ആയത്തായിക്കോളും. അല്ലാഹു തആല അതിന്റെ ഷർറിനെ നീക്കം ചെയ്തു തരട്ടെ. ഓക്കെ, നമ്മുടെ ചർച്ചകൾ ഇതൊക്കെ അവർ കേൾക്കുന്ന അർത്ഥം, നമ്മളിവിടെയുള്ള ചർച്ചകളൊക്കെ അവർക്ക് കേൾക്കുന്ന അർത്ഥം. മനസ്സിലാവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഒരു ഹദീസ് കാണാം. ഇന്നമാ നസമത്തുൽ മുഅ്മിനി ത്വാഇറുൻ, അതായത് ഈ മരണപ്പെട്ടു പോയ ആൾ. അപ്പൊ അങ്ങനെ ഖബറിന്റെ ഇതൊക്കെ കഴിഞ്ഞാല് പിന്നെ അവരുടെ പലവർക്കും പല വിധത്തിലാണ് അല്ലാഹു തആല റൂഹുകളെ നൽകുക. എല്ലാവരും ഒരു കാറ്റഗറി ആവില്ല. ഇല്ലീനാണ് അവരുടെ വാസസ്ഥലമെങ്കിലും പല രംഗാണ്. ഇത് സ്വർഗത്തിനോട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. പലരും പല വിധത്തിൽ സ്വാതന്ത്ര്യം നൽകപ്പെടുന്നതാണ്. ചില ആളുകൾക്ക് ഭൂമിയിലുള്ള അവർ ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് വരുവാനും അവർ സന്ദർശിക്കാനൊക്കെ സ്വാതന്ത്ര്യം നൽകപ്പെടും.
അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകും. മശായഖന്മാരൊക്കെ ആണെങ്കിൽ അവര് ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ ഇൽമിന്റെ മജ്ലിസുകൾ, ദിക്റിന്റെ മജ്ലിസുകളൊക്കെ അവർ നടത്തിയിരുന്ന. അതുകൊണ്ടാണ് ഹൽക്കത്ത് ദിക്റിലൊക്കെ പോകണം എന്ന് പറഞ്ഞത്. ഹൽക്കത്ത് ദിക്റിലും ഇൽമിന്റെ മജ്ലിസും പങ്കെടുക്കുമ്പോൾ അവരുടെ പ്രത്യേക നോട്ടം നമ്മൾക്ക് ഉണ്ടാവും, റൂഹുകൾ അവിടെ ഹാജരായിട്ടുണ്ടാവും. മനസ്സിലാവുണ്ടോ? അതുപോലെ കുടുംബത്ത് സന്തോഷകരമായ ഒരു കാര്യമൊക്കെ നടക്കുമ്പോൾ നല്ല മനുഷ്യന്മാർ കുടുംബത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരും അവിടെ പങ്കെടുക്കും. അവരുടെ സഹായം വരെ ഉണ്ടാവുന്ന ഈ റൂഹുകളിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോ ഈ ശരീരം കൊണ്ട് പലതും ചെയ്യാൻ പറ്റുമല്ലോ. അതിപ്പോ ചുരുക്കല്ലല്ലോ. ശരി, അള്ളാഹു തആല നമുക്ക് നൽകിയ കഴിവുകളല്ലേ, അതുകൊണ്ട് സഹായിക്കാലോ എന്നതുപോലെ റൂഹുകൾക്കും ചില കഴിവുകളുണ്ട്. ഇതിനേക്കാൾ ഉഷാറാണത്. ഈ ശരീരത്തിന് ഒരു പരിധി ഉണ്ട്, ആ റൂഹിന് പരിധിയില്ല. അതുകൊണ്ട് റൂഹുകളോട് ബന്ധപ്പെട്ട ചില കഴിവുകൾ, ആ റൂഹിനോട് ബന്ധപ്പെട്ടത് അവർ ജീവിതകാലത്ത് ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഉഷാറായിട്ട് മരണ ടൈമിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ മരിച്ചുപോയി, നിങ്ങളിലുള്ള ഗുണങ്ങളൊക്കെ ഞാൻ മാറ്റിയിരിക്കുന്നു, അങ്ങനെ ഹദീസിലില്ലല്ലോ. അപ്പൊ റൂഹിന്റെ അത് അവരുതല്ല. നമ്മളിപ്പോ ശരീരത്തിൽ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള കഴിവുകൾ ആർക്കാണ്? അള്ളാന്റെ ആണെന്നല്ലേ നമ്മൾക്ക് വിശ്വാസം. അത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരാളെടുത്തുനിന്ന് ഒരു സഹായം നമ്മൾ ചോദിച്ചു, ചുരുക്കാവോ? ഇല്ലല്ലോ. കാരണം അത് അയാളതല്ല, അള്ളാഹു തആലയാണ് അയാൾക്കൂടെ എന്നെ സഹായിക്കണമെന്ന് മനസ്സിലാക്കണം. ഇതേപോലെ മരണപ്പെട്ട റൂഹുകൾക്ക് അവർക്കുണ്ടാവും ചില കഴിവുകളൊക്കെ. ആ കഴിവുകൾ വെച്ചുകൊണ്ട് ചിലപ്പം കല്യാണങ്ങളിൽ വരെ അവരുടെ ഭാഗത്തു നിന്നുള്ള തസറുഫാത്തുകൾ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? ഇത് വിവരമില്ലാത്ത ആൾക്കാർ അന്നാസു അഹദാഉ മാ ജഹിലൂന, ജനങ്ങള് അവരറിവില്ലാത്ത കാര്യങ്ങളെ തൊട്ട് എന്താണ് ശത്രുക്കളാണെന്നാണ്. ഈ ഹദീസ് അവിടെ ഇവിടെ തുണ്ടേ മുണ്ടേ ഏതെങ്കിലും മൗലവിമാരുടെ ഏത് പ്രസംഗത്തിൽ നിന്ന് കേൾക്കും, ഏതെങ്കിലും പള്ളിയിൽ നിന്ന് പ്രസംഗിക്കണം. അത് കേട്ടിട്ട് പിന്നെ സകല ഹദീസിനോട് നിഷേധിക്കും. ഇത് വെറുതെ പറയണമെന്നല്ല സഹോദരന്മാരെ. ഇതൊക്കെ ത്വബറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ശരിയായ മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത, ബുഖാരി ഇമാം, മുസ്ലിം ഇമാം, തിർമുദി ഇമാം, മഹാന്മാർ റിപ്പോർട്ട് ഹദീസുകളാണ്. പലതും റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞത്. ഞാൻ സനദില്ലാത്തത് എന്തെങ്കിലും പറയല്ല, സനദ് ഉള്ളതാണ് ഈ പറയണത്. എന്തെങ്കിലും വിടുവായിത്തരം പറയുന്നല്ലോ. മനസ്സിലാവും? അപ്പോ ആ റൂഹിന് ഒരു കഴിവുണ്ടാവുമല്ലോ. റൂഹാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു തെളിച്ചവും ഒരു പവറും ഉണ്ടാവുമല്ലോ. ആ പവർ ശരീരത്തിൽ നിന്ന് പോയാൽ ഒന്നും കൂടി ഉഷാറായിരിക്കും. അപ്പം മരണപ്പെട്ടു പോയ മഹാന്മാർ, ഉന്നതന്മാർ, സ്വാതന്ത്ര്യം നൽകപ്പെട്ട റൂഹുകൾക്ക് പലതും ഇവിടെ ചെയ്യാൻ പറ്റും. നിങ്ങളിൽ എന്തെങ്കിലും എന്താ പറയാ അഭൗതിക ശക്തികളുടെ ഷെറ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കുടുംബക്കാരിൽ നല്ല അള്ളാന്റെ അടുക്കൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ട റൂഹുകൾ ഉണ്ടെങ്കിൽ, ആ റൂഹുകൾക്ക് നിങ്ങളിലുള്ള അഭൗതിക ശക്തിയ പൈശാചിക ഷെറിനെ ഒരൊറ്റ നോട്ടം കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീയ ഗുരുക്കന്മാരായിട്ട് നല്ല നല്ല ബന്ധമുള്ള നല്ല ആൾക്കാരായിട്ട് ബന്ധമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നിങ്ങൾ പെട്ടെന്ന് അവർക്ക് അല്ലാഹു തആല ഒക്കെ പടച്ചോനാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ലല്ലോ. ഏതൊരു വലിയുടെ കറാമത്ത് വലിയുടെ കഴിവല്ലല്ലോ, അള്ളാഹു അവരിലൂടെ നൽകണതല്ലേ. അല്ലാഹു തആല അവർക്ക് നൽകണല്ലേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റിസൾട്ട് നൽകട്ടെ, സന്തോഷകരമായ റിസൾട്ട് നൽകട്ടെ. അല്ലാഹു തആല നിങ്ങളുടെ ഓക്കെ അല്ലാഹു തആല ജോലി നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അങ്ങനെ അല്ലാഹു തആല അവരിലൂടെ നിങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിച്ചു എന്ന് വിചാരിച്ചു. അപ്പൊ അള്ളാഹു അവരുടെ നോട്ടത്തിൽ നിങ്ങളെ അവസ്ഥ വരുത്തുകയും അള്ളാഹു തആലാന്റെ അള്ളാഹുവിന്റെ ഹൗല് ഖുവ്വത്ത് കൊണ്ട് ഈ റൂഹിന് നിങ്ങളെ ആ ഷിർറ് തട്ടാൻ പറ്റും. കാരണം നിങ്ങൾക്ക് പിശാചിനെ കാണൂല, പിശാചിനെ ഇവർക്ക് കാണാൻ പറ്റും. ഇതിനെ അടിച്ചു പോകും ചിലപ്പോൾ. ഇതാണ് അങ്ങനൊക്കെ ഉണ്ടേ. അല്ലാഹു അക്ബർ. അപ്പം സാധാരണ നിലക്ക് ഒരു ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചോദ്യവും ഉത്തരവും കഴിഞ്ഞാൽ ഈ റൂഹ് എവിടെയാണ് ഉണ്ടാവുക? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നമാ നസമത്തുൽ മുഅ്മിനി ത്വാഇറുൻ, തീർച്ചയായും വിശ്വാസിയുടെ ആത്മാവ് ഒരു പക്ഷിയാണ്. അതായത് ഒരു പക്ഷിയെ പോലെ ഇങ്ങനെ പറന്ന് കളിക്കാൻ പറ്റുന്ന പക്ഷിയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറന്ന് കളിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. പറക്കാൻ പറ്റും. പക്ഷി എന്ന് പറഞ്ഞാൽ പറക്കുന്നത്. അപ്പൊ പറക്കുന്നതാണ്. ഇന്നമാന സമത്ത് മുഅ്മിനി ത്വാഇറു എന്ന് പറഞ്ഞാൽ തീർച്ചയായും വിശ്വാസിയുടെ റൂഹ് പറക്കുന്നതാണ്. അതിൽ ഒരു പോയിന്റ് മനസ്സിലാക്കണം. നസമത്തുൽ മുഅ്മിനി എന്നാണ് പറഞ്ഞത്. നല്ല വിശ്വാസം വേണം. അതായത് മുനാഫിഖ് കപട വിശ്വാസി, അത് പൂർണ്ണ അള്ളാഹുവിൽ അത്രക്ക് വിശ്വാസമുള്ള ഒരാള്. വിശ്വാസിൽ മുഅ്മിനായ മതി, അത്ര മതി ആ വിശ്വാസം. അപ്പൊ അങ്ങനെ വിശ്വാസിയായുള്ള ആളുടെ ആത്മാവിനെയാണ് പറഞ്ഞത്. എല്ലാ ആത്മാവും അങ്ങനെ അല്ല എന്നർത്ഥം.
ഇന്നമാ നസമത്തുൽ മുഅ്മിനി ത്വാഇറുൻ, അവർക്ക് പറക്കാനൊക്കെ പറ്റും. മറ്റൊരു അദാബിൽ കുടുങ്ങിക്കെടുക്കല്ലേ, അവർക്ക് എന്ത് പറക്കല്, അവർ കുടുങ്ങിക്കെടുക്കല്. അവര് സിജിനല്ലേ, സിജീന്ന് കേട്ടിട്ടില്ലേ, നരകക്കുണ്ടാണ്, അവിടെ ഇരിക്കുന്ന റൂഹുകൾ, ചീത്താള റൂഹുകൾ. അത് സിജിനിൽ നിന്നാണ് സിജിനിൽ നിന്നാണ് ജയില്. സിജി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ജയിൽ, കഠോരമായ ജയിൽ, അതാ സിജി. അനങ്ങാൻ പറ്റില്ല. അതിന് നേരെ വിട്ടു വരും. മനസ്സിലാവുന്നില്ല? ത്വാഇറുൻ പക്ഷിയാണ്, ആ ആത്മാവ് തന്നെ പക്ഷിയാണെന്ന് പറഞ്ഞു. തഅല്ലഖ ഫീ ശജരിൽ ജന്ന, തഅല്ലഖ അത് തൂങ്ങിയിരിക്കുന്നു, ഫീ ശജരിൽ ജന്ന സ്വർഗത്തിലെ ഒരു മരത്തിൽ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നു. ആ വിധത്തിലുള്ള ഒരു പക്ഷിയാണ്. അതിങ്ങനെ സ്വർഗത്തിലെ മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും ഈ ആത്മാവ്. മനസ്സിലാവുന്നു? സ്വർഗത്തിലെ മരത്തിൽ തൂങ്ങിക്കിടക്കും. അപ്പൊ സ്വർഗത്തില് ശരീരം കൊണ്ട് കയറാൻ പറ്റൂലെങ്കിലും, അപ്പൊ അത് ഇല്ലീനാവോടെ ഉദ്ദേശിക്കുന്നത് ആ സ്വർഗം. ചിലപ്പോ ഇല്ലീൻ സ്വർഗത്തിന്റെ ഒരു ഭാഗമാണല്ലോ, ആത്മാക്കളുടെ സ്വർഗമാണല്ലോ ഇല്ലീന്. അപ്പൊ ഇല്ലീനിലായിരിക്കും ചിലപ്പോ അത്, കാരണം സ്വർഗ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ തഅല്ലഖ ഫീ ശജരിൽ ജന്ന സ്വർഗത്തിന്റെ മരത്തിൽ അത് തൂങ്ങിയിരിക്കുന്നു. ഹത്താ യർജിഅഹുല്ലാഹു, ഏതുവരെ? യർജിഅഹുല്ലാഹു, അല്ലാഹു ആ റൂഹിനെ മടക്കുന്നത് വരെ. ഇലാ ജസദിഹി യൗമ യുബഅഥഹു, ഇലാ ജസദിഹി അവന്റെ ശരീരത്തിലേക്ക്. യൗമ യുബഅഥുഹു അവനെ പുനരുദ്ധരിക്കുന്ന ദിവസത്തില്, അവനെ പുനർജീവിക്കുന്ന ദിവസത്തില്, ജീവിപ്പിക്കുന്ന ദിവസം, അതായത് മഹ്ശറ വൻസഭ കൂട്ടുന്ന ദിവസത്തില്, ഖിയാമത്ത് നാളില് ആ മഹ്ശറ വൻസഭ കൂട്ടുന്ന ദിവസത്തിലേക്ക്, അവന്റെ ശരീരത്തിലേക്ക് ഇവന്റെ റൂഹിനെ അല്ലാഹു തആല മടക്കുന്നത് വരെ ഈ റൂഹ് സ്വർഗത്തിലെ ഒരു മരത്തിൽ ഇങ്ങനെ തൂങ്ങിയിരിക്കും. ഒരു പക്ഷിയാണ്, ഈ ഒരു പക്ഷിയെ പോലെയാണ് എന്നർത്ഥം. കണ്ടോ? അൽഹംദുലില്ലാ. അപ്പൊ എത്ര സുന്ദരമായ അവസ്ഥയാണ്. മരണപ്പെട്ട് മരിക്കാൻ കുതിച്ചൂടെ? നിങ്ങൾ എന്താ വിചാരിച്ച് ആ പള്ളിക്കാട്ടിത്തെ ആ പള്ളിക്കാട്ടിത്തെ മണ്ണിന്റെ ഉള്ളിൽ ഇങ്ങനെ ആ കുരുടീസൊക്കെ വെച്ചിട്ട് ഇത്ര ഉള്ളതിന്റെ ഉള്ളിൽ ആ കഫം കൂടലായിട്ട് ഇങ്ങനെ കിടക്കണം വിചാരിച്ച്? അങ്ങനല്ല. എന്നാ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങളിലൊക്കെ ഖബറിന്റെ പരിസരത്ത് ഉണ്ടാവുന്ന കഫനിൽ ഇരുന്നിട്ട് തന്നെ, കഫനിലായിക്കൊണ്ട് തന്നെ മയ്യിത്തുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ആരെങ്കിലും വന്നുങ്ങാണ്ട് അടിയൊക്കെ കൊടുത്ത ഇന്റെ മോൻ വന്ന്, അപ്പൊ മറ്റൊരു ഇന്റെ മോൻ വന്നില്ല, എനിക്ക് അധികമൊന്നുമില്ല, നിങ്ങളെ മോൻ വന്നിട്ട് തന്ന അധികമാണ് നമുക്കും കിട്ടിയത്. ഇങ്ങനെ അവരോട് ചർച്ച ചെയ്യുന്നതാണ് ഈ കഫലിൽ ഇരുന്നിട്ട് തന്നെ. അങ്ങനെയും ചില അവസ്ഥകൾ അവർ കൊടുക്കും. അപ്പൊ അവരെ ചർച്ച ചെയ്യാൻ തുടങ്ങും. അങ്ങോട്ടുണ്ട്. എന്തൊരു രസകരമായ അവസ്ഥയാണ്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. വെള്ളിയാഴ്ചകൾക്കത് ശനിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്നതാണ്. വെള്ളിയാഴ്ചയുള്ള ഇത്, അതായത് വ്യാഴം, വെള്ളി, ശനിയാഴ്ച നമ്മളെ അമലുകളെ ഈ മരണപ്പെട്ട ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. നമ്മളെ കുടുംബക്കാരും മുൻഗാമികൾക്ക്, നമ്മളുടെ ഇപ്പൊ വാപ്പാക്ക് എന്ത് ചെയ്യും, അല്ലെ വല്യാപ്പാക്ക് എന്ത് ചെയ്യും, നമ്മളെ അമലുകൾ കാണിച്ചു കൊടുക്കുന്ന ഹദീസിലുണ്ട്. വ്യാഴം, വെള്ളി, ശനിയാഴ്ചയും ഉണ്ടാവാം, അത് ചിലപ്പോൾ നീണ്ടു നിൽക്കുന്നതാണ്. ആ കാണിച്ചു കൊടുത്തിട്ട് നമ്മളെ നല്ല അമലുകൾ കാണുമ്പോൾ അവർ സന്തോഷിക്കും. അതേ സ്ഥാനത്ത് ചീത്ത അമല് കാണുമ്പോൾ അവർ പൊറുക്കലിനെ തേടും. അള്ളാഹുവെ, അവർ വിഷമിക്കും. അള്ളാഹുവെ പുറത്തു കൊടുക്കണമേ അള്ളാഹ്, എന്റെ ഈ മോനിക്ക് പുറത്തു കൊടുക്കണമേ അള്ളാഹ്, അള്ളാഹുവെ നാളെ അവന് ഹിദായത്ത് ആകുന്നത് വരെ അവനെ നീ മരിപ്പിക്കല്ലേ അള്ളാഹ്, ലാ തുമിത്തുഹും വഹ്ദിഹിം എന്നൊക്കെ പറഞ്ഞു കണ്ട് ഹദീസിൽ കാണാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ്. അല്ലാഹു അക്ബർ. പടച്ചോനെ കാര്യങ്ങളൊക്കെ ശരിയാവണത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുസ്നദിൽ ഒരു ഹദീസ് രേഖപ്പെടുത്തി. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യാൻ നിർത്താം. ഇന്ന് ചെറിയ ദുആ വരുന്നിട്ട് നിർത്താം. എന്നൊരു വിഷയം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് ഇന്ന് വരത്തില്ലെങ്കിൽ നാളെയും കൂടി ആ വിഷയം ചർച്ച ചെയ്യാൻ പറ്റിയിട്ടാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നാളത്തെ അധികം ഉണ്ടാവൂലട്ടാ, ഞാൻ കുറച്ചു ആളുകൾ ബേജാറാവണ്ട, ഞാനും വരാതിരിക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഅമാലക്കും, തീർച്ചയായും നിങ്ങളുടെ അമലുകൾ, തുറലു അലാ അഖാബിരിക്കും വഅശാഇരിക്കും, തുറലു അത് സമർപ്പിക്കപ്പെടും, അലാ ഖാബിരിക്കും വഅശാഇരിക്കും നിങ്ങളുടെ അടുത്ത കുടുംബക്കാരുടെ മേലെയും അകന്ന ബന്ധുക്കളുടെ മേലെയും, മിനൽ അംവാതി മരണപ്പെട്ടവരിൽ നിന്നും മരണപ്പെട്ട ആളുകളായ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരിലേക്കും അകന്ന കുടുംബക്കാരിലേക്കും നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ
സമർപ്പിക്കപ്പെടും, കാണിക്കപ്പെടും. നല്ല പ്രവർത്തനമായാലും ചീത്ത പ്രവർത്തനമായാലും അടുത്ത കുടുംബക്കാരിലേക്കും അകന്ന കുടുംബക്കാരും കാണിക്കപ്പെടും. അതാണ് പറഞ്ഞത്, വളരെ സൂക്ഷിച്ചോളി. ഈ മരണപ്പെട്ട ആൾക്കാർക്ക് നല്ല കഫൻ തയ്യാറാക്കാൻ പറഞ്ഞ എന്താണ്, കഫനില് അവര് തമ്മിൽ ഔന്നിത്യം പറയുന്നു. മരണപ്പെട്ട അതിലുണ്ട്, ഹദീസിൽ കാണാം, കിതാബിലൊക്കെ കാണാൻ സാധിക്കും. ഓരോരുത്തരും അവർക്ക് കിട്ടിയ കഫനില് കിബറല്ല, കാരണം ഈ ലോകം കഴിഞ്ഞല്ലോ. നല്ല കഫനാകുമ്പോ അവർക്കൊരു ഇജ്ജത്താണ് അവിടെ. അങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ നമ്മളെ അമലുകൾ നല്ല, അതുകൊണ്ട് പറഞ്ഞ വിടക്ക് ചെയ്യുമ്പോ, ഒരു പാപം ചെയ്യുമ്പോ ഈ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾ കാണാണ്. പാപം ചെയ്യുമ്പോൾ നാണം വേണമെന്നാണ്, നാണം വേണം. ഈ കബറിങ്ങൊക്കെ പോയിങ്ങാണ്ട് അവിടെ കബറിന്റെ അടുത്തായിരിക്കും മൂത്രപ്പര പല പള്ളിയിലും. കബർ അപ്പുറം ഉണ്ടായിരിക്കും. ഇപ്പം നീട്ടിയിട്ട് ഫൂതിരട്ട് പാത്തു. ഇത് കബറാളി കാണും, സൂക്ഷിക്കണം. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. സൂക്ഷിക്കണം. കൂടുതൽ അറിവ് വരുമ്പോഴും സൂക്ഷ്മത കൂടും. നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പാപമുണ്ടല്ലോ, ഈ പാപങ്ങള് മരണപ്പെട്ടവർ കാണുമെന്നാണ്. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. അല്ലാഹു അക്ബർ. അപ്പൊ പറയണ എന്താണ്, അങ്ങനെ നിങ്ങൾ അഖാബിറിനും അശായിറുക്കും മിനൽ അംബാദ്, മരണപ്പെട്ടവരെ കാണിച്ചു കൊടുക്കും. ഫൈൻ കാന ഖൈറൻ ഇസ്തബ്ശറൂ, അതിൽ നന്മയുണ്ടെങ്കിൽ അവരെല്ലാവരും സന്തോഷിക്കും. വൈൻ കാന ഖൈറ ദാലിക, അതല്ലാത്തതാണെങ്കിലോ ഖാലൂ, അവർ പറയും അല്ലാഹുമ്മ ലാ തുമിതുഹും വഹ്ദിഹിം, അല്ലാഹുവേ അവരെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. വഹ്ദിഹിം, അവർക്ക് നീ ഹിദായത്ത് നൽകണമേ പടച്ചോനെ. ഹത്താ തഹ്ദിയഹും കമാ ഹദൈതനാ, ഹത്താ തഹ്ദിയഹും, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കുന്നത് വരെ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്നതുപോലെ അവർക്കും നീ ഹിദായത്ത് കൊടുക്കുന്നത് വരെ അവരെ നീ മരിപ്പിക്കല്ലേ പടച്ചോനെ എന്ന് ഇവർ ദുആ ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയാണ്, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അമലുകൾ കാണിക്കപ്പെടുമെന്നും ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഹിദായത്തിന് വേണ്ടി ദ്വാരിക്കുകയും ചെയ്യുന്നു. അതാ പറഞ്ഞ മരണപ്പെട്ട ആളുകൾ അടുക്കൽ പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട വാലിദി, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ശിർക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് കിറുക്കാണ് എന്നാണ് പറയാനുള്ളത്. ദീനിനെ പറ്റി ഒരു ചുക്കു നീ പഠിച്ചിട്ടില്ല. നീ പഠിച്ചത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കല്ലിനോട് പറയുന്നത് പോലെയാണ്, ബിംബങ്ങളോട് പറയുന്നത് പോലെയാണ്, കല്ലിനെ പോലെയാണ് കരുതിയിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാക്കൾ അവിടെ ജീവിച്ചിരിക്കുന്നവരാണ്. ഖുർആൻ സാക്ഷിയാണ്, ഹദീസ് സാക്ഷിയാണ്. എത്ര എത്ര ഹദീസാണ് ഈ പറയുന്നത്. മരണപ്പെട്ട ആളുകള് അവരിങ്ങനെ പ്രാർത്ഥിക്കുമെന്നും അമലുകൾ അവരുടെ മുന്നിൽ അറിയിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ കബറിങ്ങ പോയിട്ട് എന്റെ ഉപ്പ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമേ, ഇന്നാലിന്ന സ്വാലിഹായ മനുഷ്യന്റെ കബറിങ്ങ പോയിട്ട് എനിക്ക് എത്ര നന്നാവാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് നന്നാവാൻ പറ്റണില്ല, നിങ്ങളൊന്ന് അല്ലാഹുവിനോട് എന്നോട് എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണേ. മുത്തുനബിയെ കാണുമ്പോൾ എന്റെ കാര്യമൊന്ന് മുത്തുനബിയോട് പറയണേ, എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ മുത്തുനബിയോട് പറയണമേ. മുത്തുനബിക്കായിട്ട് ഇഷ്ടപ്പെട്ട ആളാണല്ലോ നിങ്ങള്, വളരെയധികം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈമാനോടുകൂടി മരിച്ചത് ഞങ്ങൾ സാക്ഷിയാണല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂലേ എന്ന് മരണപ്പെട്ടു പോയ ആളുകളോട് പറയുമ്പോൾ എങ്ങനെയാണ് ശിർക്കാവുക? അള്ളാഹുവിൽ പങ്കു ചേർത്താലല്ലേ ശിർക്കാവുള്ളൂ. ഇത് അള്ളാഹു തആല അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സൃഷ്ടിയെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റൂഹുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനത് നിഷേധിക്കണം? അള്ളാഹ്ക്ക് അത് കൊടുക്കാനുള്ള കഴിവില്ലേ? അള്ളാഹു തആലയാണ് അവരിലൂടെ സഹായിക്കണം. അവർക്ക് സ്വന്തമായി സഹായിക്കാൻ പറ്റൂല, പക്ഷെ അവർക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റൂലേ? അവർക്ക് ഉള്ള അള്ളാഹു തആല നൽകിയ പരിധിയിൽ വെച്ചുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ ഹൗൽ ഖുവ്വത്ത് കൊണ്ട് അവർക്ക് ചെയ്യുന്നതിന് എന്ത് നഷ്ടമാണുള്ളത്? നിന്റെ കാര്യങ്ങൾ നീ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. പക്ഷെ ഒരാളോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തിന് ശിർക്കാവുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടുതൽ പഠിക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കൂടുതലും ഞങ്ങോട്ട് പോണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒക്കെ നേരാക്കട്ടെ. അപ്പൊ ഞാൻ ദുആ ചുരുക്കുകയാണ്. പലരും ദുആ ചെയ്യാം, അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ തന്നെ അപ്പൽക്കപ്പം ദുആർന്നിട്ടുണ്ടവർക്ക് വേണ്ടിയിട്ടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഖബൂൽ ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി നസ്തഗ്ഫിറുല്ലാഹ് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഈമാനോടുകൂടി അല്ലാതെ മരിപ്പിക്കരുത് അല്ലാ. ഞങ്ങളെ കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു തരണമേ അല്ലാ. ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു തരണമേ അല്ലാ. ഞങ്ങളെ ഏവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ അല്ലാ. നിന്റെ നരകശിക്ഷയെ തൊട്ടും കോപത്തെ തൊട്ടും ഖബറിലെ അദാബുകളെ തൊട്ടും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അല്ലാ. ഈമാനില്ലാത്ത മരണങ്ങളെ തൊട്ടും ആത്മഹത്യകളെ തൊട്ടും ഞങ്ങളെ രക്ഷിക്കണമേ അല്ലാ. ഈമാനില്ലാത്ത മരണങ്ങളെ തൊട്ടും ആത്മഹത്യകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ സമുദായങ്ങളെയും തലമുറകളെയും സന്താനങ്ങളെയും അഹിലുകാരെയും കാത്തുരക്ഷിക്കണമേ അല്ലാ. അല്ലാഹുവേ, ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി ബർക്കത്തും റഹ്മത്തും അടങ്ങിയ ആയുസ്സും ആരോഗ്യവും റിസ്ഖും നൽകി ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ അല്ലാ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മശായിഖന്മാരുടെയും മാതാപിതാക്കന്മാരുടെയും അഹിലുകാരുടെയും സന്താനങ്ങളുടെയും ശിഷ്യന്മാരുടെയും ശിഷ്യകളുടെയും ആയുസ്സിനെയും ആരോഗ്യത്തെയും നീതിയുടെ ഖിദ്മത്തിലാണ് തൃപ്തിയിലായി വർദ്ധിപ്പിച്ചു തരണമേ അല്ലാ.